നിങ്ങളെ ആവേശപ്പെടുത്തുന്ന ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ മനസ്സ് തുറന്ന് ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെ വന്നാൽ ഇൻഷാ അല്ലാഹ് അത് ഉപകാരത്തിലാവും. റസൂലുള്ള കള്ളം പറയില്ലല്ലോ, അതുറപ്പല്ലേ? കാരണം റസൂലുള്ള നാവ് പൊക്കിയാൽ, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഓമാ യന്തിഖു അനിൽ ഹവ, അത് താന്തോന്നിത്തം പറയുന്ന ആളല്ല ഈ ആൾ. ഇൻഹുവ ഇല്ല വഹിയൻ യൂഹ, അള്ളാഹു പറയാൻ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഈ നബി പറയാറില്ല. ആ നബിയാണ് പറയുന്നത്. സമയം അടുത്തടുത്ത് വരുന്ന ഒരു കാലം വന്നാൽ, ആ കാലമാണ് ഈ കാലം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ആ കാലം വന്നാൽ അറിവില്ലാതാകും സമൂഹത്തിൽ. ശരിക്കും ആലോചിച്ച് നോക്ക്, ഈ വർത്താനം എന്നൊരു സമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റുമോ? അവനവൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ, വാട്സാപ്പിൻ്റെ ഉള്ളിൽ നീല വളയത്തിൽ അടിച്ചു കൊടുത്താൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ അറിവും കിട്ടില്ലേ? നെറ്റ് ഓണാക്കി ഗൂഗിൾ സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ പോയാൽ, വെബ്സൈറ്റുകളിലേക്ക് പോയാൽ ലോകത്തിന് ലഭ്യമാകാത്ത അറിവുണ്ടോ? ഈ റസൂൽ എന്താണ് ഈ പറയുന്നത്? പണ്ടൊക്കെ അക്ഷരാഭ്യാസം, വിദ്യാഭ്യാസാവകാശമൊക്കെ സവർണന്മാർക്കൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കാലക്കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കും എന്തും എവിടെയും പോയി പഠിക്കാം, എന്തും പഠിക്കാം. ചെറിയ കുട്ടികൾ പോലും, പണ്ടൊക്കെ 25-30 വയസ്സുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന അറിവുകളാണ് ഇന്ന് 5, 6, 7 വയസ്സുള്ള കൊച്ചു കുട്ടികൾക്കുള്ളത്. തലങ്ങും വിലങ്ങും അറിവാണ്, ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. വാർത്തകൾ, ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ. പണ്ടൊക്കെ ആകാശവാണി വാർത്ത ദിവസം 5, 6 അത് മാത്രം, അത് തന്നെ 10 മിനിറ്റ്. ഒരു ദിവസം പത്രം വായിച്ചിട്ട് പിറ്റേ ദിവസമാണ് പത്രം കിട്ടുക, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നറിയാൻ. ആ പത്രത്തിൽ ആകെ ഉണ്ടാവുന്ന പേജ് ഇന്നത്തെ പോലെ 16, 12 പേജൊന്നും ഇല്ല, 4, 2 പേജൊക്കെ. ഇവിടെ വീരപുത്രൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് നിറക്കിയ അല്ലം എന്നുള്ള പത്രത്തിന് 2 പേജേ ഉള്ളൂ. ഇതൊക്കെയാണ് അന്നത്തെ അറിവിന്റെ സ്രോതസ്സുകൾ. പക്ഷെ ഇന്നോ, എന്നിട്ടാണ് റസൂലുള്ള പറയുന്നത് സമയം വേഗം പോകാൻ തുടങ്ങിയാൽ ലോകത്ത് അറിവില്ലാതാകും. അപ്പൊ ഒന്നുകിൽ റസൂലുള്ള പറഞ്ഞത് പൊട്ടത്തരാവണം, മഅദല്ലാഹ്, വിഡ്ഢിത്തമാകണം, മഅദല്ലാഹ്. അത് സംഭവിക്കൂല. കാരണം റസൂലുള്ള പറഞ്ഞതൊക്കെ വേറെ ശരിയാവുന്നുണ്ട്. അല്ലെങ്കിൽ ആ പറഞ്ഞതിന് വേറെന്തോ ഒരു അർത്ഥമുണ്ട്. അതെന്താണ് വേറെന്തോ ഒരു അർത്ഥം? അത് എൻ്റെയും നിന്റെയും നമ്മുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിത വീക്ഷണം മാറിപ്പോയി എന്നുള്ള കാര്യമാണ്. നമ്മൾ പറയില്ലേ, ഇൻഫർമേഷനുകൾക്കല്ല, വിദ്യാഭ്യാസത്തിനല്ല അറിവ് എന്ന് പറയാ. അറിവ് എന്ന് പറയുക ഉപകാരപ്രദമായ കാര്യങ്ങൾക്കാണ് അറിവ് എന്ന് പറയാം. എല്ലാ ആളുകൾക്കും വിവരം കൂടി, ബിരുദവും കൂടി, അറിവ് കുറഞ്ഞു. നാടന്മാർക്കൊരു പ്രയോഗം തന്നെ ഉണ്ട്. അത് മതപരമായ മേഖലയിൽ മാത്രമല്ല, ഏത് മേഖലയിലും. പുതിയ ഡോക്ടർമാരെക്കാളും നല്ലത് പഴയ രോഗികളാണെന്ന് ഈ അടുത്തൊരാൾ പറയുന്നത് കേട്ടു. അത് മുതൽ, ഡോക്ടർമാരെ ചെറുതാക്കിയതല്ല, അത് മുതൽ എല്ലാ മേഖലയിലും വിവരം കുറഞ്ഞു, അറിവ് കുറഞ്ഞു, ബിരുദം കൂടി, കാര്യങ്ങൾ കൂടി, കണ്ടം തുണ്ടം അറിവുകൾ. അതിനെന്തൊക്കെയാ തെറ്റിപ്പോയത്? അറിവ് പിടിക്കപ്പെടും, അറിവ് കുറഞ്ഞു പോകും. അറിവ് കൈമാറുന്ന കേന്ദ്രത്തിൽ തന്നെ റാഗിങ്, അവിടെ തന്നെ ഖരാവോ, അവിടെ തന്നെ ആത്മഹത്യ. മെനിയാന്ന് മലയാള മനോരമയിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. റെനെ ആന്റണി, ആരാണ് അദ്ദേഹം? ബാലാവകാശ കമ്മീഷൻ മുൻ അംഗം. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ തലക്കെട്ട് എന്താ? അധ്യാപകർക്ക് ചൂരൽ തിരിച്ചു കൊടുക്കണം. ആ ഭാഗത്തേക്ക് സമയമുണ്ടെങ്കിൽ വിഷയം വരാം. മൊത്തം ചെറുപ്പക്കാർക്ക് 5 പേരെ കൊല്ലുന്ന കഥ, 6 പേരെ കൊല്ലുന്ന കഥ. പോറ്റിയ മാതാവിനെ ജന്മം നൽകിയതാണ് തെറ്റ് എന്ന് സ്വയം ശിക്ഷ വിധിച്ച് കൊന്ന കഥ. ആവർത്തന വിരസത കൊണ്ട് പ്രത്യേകിച്ചൊരു അത്ഭുതവും തോന്നാത്ത വിധം ദിനം പ്രതി നാം കേൾക്കുന്നു, കാണുന്നു. കാലടി മുതൽ തലമുടി വരെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ കോമ്പസ് ഉപയോഗിച്ച് ഒരു കുട്ടിയെ തുളച്ച് പീഡിപ്പിക്കുകയാണ്. നല്ല നല്ല ഭംഗി വാക്കുകൾ. പത്രക്കാരും മീഡിയക്കാരും മൃഗീയം എന്നാ പറയുന്നത്. അതിന് മൃഗങ്ങളോട് പോയി മാപ്പ് പറയണം. ലോകത്ത് ഏതെങ്കിലും ഒരു മൃഗം കീഴിലുള്ള ദുർബലരായ മൃഗങ്ങളെ അനാവശ്യമായി വേദനിപ്പിക്കാറുണ്ടോ?
എന്ത് വിഡിത്തമാണ് ഈ വിവരമുണ്ടെന്ന് കരുതുന്നവർ പോലും ആവർത്തിച്ച് പറയുന്നത്. കിരാതം, മൃഗീയം. ലോകത്തൊരു സിംഹവും ആ സിംഹം കാണുന്ന മാൻകൂട്ടത്തെയോ ആട്ടിൻകൂട്ടത്തെയോ മുയൽക്കൂട്ടത്തെയോ ഒന്നിച്ചാക്രമിക്കാറില്ല. വിശന്നാൽ മാത്രം കൂട്ടത്തിൽ ഒന്നിനെ ഓടിച്ച്, സിംഹത്തിന്റെ മാന്യത നോക്കണം, കടുവയുടെ പുലിയുടെ മാന്യത നോക്കണം. ഈ കൂട്ടത്തിൽ നിന്ന് പോലും ഒന്നിനെ തിന്നില്ല. ഒന്നിനെ ഓടിച്ച് അതിനെ വിശപ്പ് മാറാൻ എത്രയാണോ ആവശ്യം അത്രമാത്രം തിന്നും. അതിനെ മാന്തുക, പിച്ചുക, ചൊറിയുക, എന്നിട്ട് അതിനെ വേദനിപ്പിച്ചിട്ട് രസിക്കുക, മുഖത്തടിക്കുക, ചോര ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ തന്നെയാണടാ കാട്ടിലെ അധിപൻ എന്ന് സ്ഥാപിക്കുക. അതൊന്നുമില്ല. എത്രയാണോ 500 ഗ്രാം തിന്നാലാണോ വിശപ്പ് മാറുക? ആ 500 ഗ്രാം വയറിൽ നിന്നോ കവിളിൽ നിന്നോ തുടയിൽ നിന്നോ തിന്ന് അത് പോയി. അതിൻ്റെ വിശപ്പ് മാറിയതിന് ശേഷം കുറേ മൃഗങ്ങൾ ആടോ മാനോ വരുന്നുണ്ടെന്ന് കൂട്ടിക്കോ. പുലിയും കടുവൊക്കെ ഇറങ്ങുന്ന കാലമല്ലേ, മൈൻഡ് ചെയ്യൂല. എന്തിനാ? എൻ്റെ വിശപ്പ് മാറി, ഇനി അതായി അതിൻ്റെ പാടായി, എങ്ങോട്ടെങ്കിലും പോകട്ടെ. ഇനി പിറ്റേന്ന് വിശക്കുമ്പോൾ വിശപ്പ് മാറാൻ എത്രയാ വേണ്ടത് അത് മാത്രം തിന്നു. ആ മാന്യന്റെ പേരാണ് കടുവ, ആ മഹാന്റെ പേരാണ് പുലി, ആ തറവാട്ടുകാരന്റെ പേരാണ് സിംഹം. എന്നിട്ടാണ് ഈ ചാനലുകാരനും ഈ ആളുകളൊക്കെ എന്ത് പറയുന്നത്? ഈ ഉമ്മാനെ കൊന്നത് മൃഗീയമാണ്. കാലടി മുതൽ തലമുടി വരെ കോമ്പസ് വെച്ച് കുത്തിയതും ടോയ്ലറ്റിൽ ഒഴിക്കുന്ന ലിക്വിഡ് കൊണ്ടുപോയി വായിൽ ഒഴിച്ചിട്ട് താൻ കുത്തിയ കോമ്പസിന്റെ ഭാഗം വിരൽ കൊണ്ട് അമർത്തിയിട്ട് രക്തം ചീറ്റുന്നത് കണ്ട് വീഡിയോ ചെയ്യുന്നതുമൊക്കെ മൃഗീയം എന്ന്. അത് മൃഗീയമല്ല, അതിൻ്റെ പേര് മാനുഷികം എന്നാണ്. കാരണം നമ്മൾ അങ്ങനെയായി. ഇനി അങ്ങനെ പറയാലോ, മനുഷ്യന്മാരൊക്കെ അങ്ങനെ ആയി. കുറച്ച് മാന്യത ഇനി കാട്ടിലേ ഉള്ളൂ എന്നും പറയാലോ, നാട്ടിലില്ല. അപ്പൊ അവിടെ ഒരു പത്രം ഇറങ്ങുന്നുണ്ടെങ്കിൽ കടുവാന്റെയും പുലിന്റെയും സിംഹത്തിന്റെയും ആനാന്റെയും കുറുക്കന്റെയും ചെന്നായന്റെയും ലോകത്ത് ഒരു മീഡിയ ചർച്ചയോ പത്രം ഇറങ്ങുന്നുണ്ടെങ്കിൽ അവര് പറയട്ടെ, ഈ സിംഹത്തിന്റെ ആക്രമണം മാനുഷികമായി പോയി, ഇത് കുറച്ച് അധികമായി പോയി കേട്ടോ, ഇത്ര വേണ്ടില്ലായിരുന്നു എന്നിട്ടാണ് നമ്മൾ കളിയാക്കുന്നത്. ഞാൻ എൻ്റെ വിഷയം അങ്ങോട്ടേക്ക് കൊണ്ടുപോയതല്ല. മനോഭാവത്തിൽ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അതാണ് ഞാൻ ഈ പറയുന്ന വയുക്കുബലുൽ ഇൽമ്, മനോഭാവത്തിലെ പ്രശ്നം. ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്. ആളുകൾ എപ്പോഴും, നമ്മളും അങ്ങനെ ചിന്തിക്കുന്നു, സന്തോഷിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് ഈ സമൂഹത്തെ പിടികൂടിയ തെറ്റായ സങ്കല്പം. ബോധമുള്ള സമയത്തെല്ലാം സന്തോഷിച്ചു കൊണ്ടിരിക്കണം. ടെൻഷൻ അടിക്കരുത്, ദുഃഖിക്കരുത്, കരയരുത്. ചിരിച്ചുകൊണ്ടേയിരിക്കണം മനുഷ്യൻ, സന്തോഷിച്ചു കൊണ്ടേയിരിക്കണം മനുഷ്യൻ, എപ്പോഴും സുഖത്തിലായിരിക്കണം മനുഷ്യൻ, ആനന്ദത്തിലായിരിക്കണം മനുഷ്യൻ എന്ന് ഈ കാണുന്ന ആധുനികതയുടെ സൃഷ്ടികളായ ഇൻസ്റ്റഗ്രാം മുതൽ ഫേസ്ബുക്ക് മുതൽ വാട്സാപ്പ് മുതൽ നിഗൂഢമായ പോർട്ടലുകൾ വരെ പുതിയ തലമുറയെ പഠിപ്പിച്ചു വെച്ചു. എന്നിട്ട് സന്തോഷം കിട്ടാതായാൽ പ്രശ്നമാണ്. ഒരു മുസ്ലിമിന്, ആത്മീക ബോധമുള്ള ഒരു മനുഷ്യന് അംഗീകരിക്കാൻ കഴിയില്ല. സങ്കടമാണ് പ്രധാനം, നമുക്ക് സങ്കടമാണ് വേണ്ടത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നെഞ്ച് തുറന്ന് കേൾക്കണമെന്ന് പറഞ്ഞത്. സങ്കടങ്ങളെയാണ്, ദുഃഖങ്ങളെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഇന്നത്തെ ഈ ആധുനികത പഠിപ്പിക്കുന്ന പോലെ സന്തോഷങ്ങളെയല്ല. ഈ ലോകത്തിന്റെ നേതാവാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിരാ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദായിമൽ ഫിക്രി വകസീറൽ അഹ്ദാൻ. പുണ്യപ്രവാചകൻ ദായിമൽ ഫിക്ർ. ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കൂലേ, നിനക്കെന്താ ഒരു ടെൻഷൻ, എപ്പോഴും എന്തോ ആലോചിച്ച് നടക്കുന്നു, എന്താ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. ദായിമൽ ഫിക്ർ, എപ്പോഴും പലതും ആലോചിച്ചുകൊണ്ട് വിഷണ്ണനായിരുന്നു പ്രവാചകൻ. വകസീറൽ അഹ്ദാൻ, നിതാന്ത ദുഃഖിതനായിരുന്നു പ്രവാചകൻ. ടെൻഷന്റെ വക്താവായിരുന്നു പ്രവാചകൻ. എന്റെ കൂട്ടുകാരൻ ദുഃഖമാണ് എന്ന് പറഞ്ഞ ലോക നേതാവാണ് നമ്മുടെ നേതാവ്. സന്തോഷിച്ചു കൊണ്ടിരിക്കൂ, പാട്ട് കേട്ടുകൊണ്ടിരിക്കൂ, കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കൂ, ഏറ്റവും രുചികരമായത് തിന്നുകൊണ്ടിരിക്കൂ. ഈറ്റ് ദ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദി റെസ്റ്റ്, ഫീൽ ദ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദി റെസ്റ്റ്. ഇതൊക്കെയാണ് പുതിയ സമവാക്യങ്ങൾ. ഈറ്റ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത് തിന്നു. ഫോർഗെറ്റ് ദി റെസ്റ്റ്, പിന്നെ എന്താണെന്നുള്ളത് മറന്നേക്കൂ. ഫീൽ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത് അനുഭവിക്കൂ. ഫോർഗെറ്റ് ദി റെസ്റ്റ്, പിന്നെ എന്താ സംഭവിക്കുന്നത് ഓർക്കണ്ട. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, ലൗ അലിംതും മാ അലിംതു ലബകൈതും കസീറാ വലലഹികതും ഖലീലാ. നമ്മളെ മതം എന്താ? റസൂലുള്ളാഹിന്റെ ദീനേതാ, നമ്മുടെ ദീനേതാ. ഇതാണ് വിഷയം. നമ്മളൊരാള് സങ്കടപ്പെടുന്ന കണ്ടാൽ അടുത്ത ചോദ്യം, എന്തു പറ്റി?
അവിടെ കെട്ടിച്ചിട്ട് റാഹത്തില്ലല്ലേ, പുതിയ ജോലി ശരിയല്ലല്ലേ, സാരയില്ല, എന്താ ഒരു ഉഷാറില്ലാലോ, ചിരിച്ചു കണ്ടാലോ, ചിരിക്കൂ എന്നാണ് പുതിയ ക്യാമ്പയിനുകൾ. ഏയ് ലോ അലിം തുമ്മ അലിം തു, ഞാൻ അറിഞ്ഞിരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഹിക്കത്തും കലീല, കുറച്ചേ നിങ്ങൾ ചിരിക്കുമായിരുന്നുള്ളൂ. വല ബക്കൈത്തും കസീറ, ധാരാളം നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ. ഒരു മനുഷ്യൻ ഏറ്റവും സുന്ദരനാകുന്നതും സുന്ദരിയാകുന്നതും കരയുമ്പോഴാണ്, ചിരിക്കുമ്പോഴല്ല. നാച്ചുറലി ജനുവിനാവുന്നത് കരയുമ്പോഴാണ്. ഒരു മായവും അതിലില്ല. ഇവിടെ ഇരുന്ന ഓരോ ആണും പെണ്ണും ആലോചിക്കൂ, കരഞ്ഞിട്ട് എത്ര ദിവസമായി. ചിരിക്കാൻ മാത്രമല്ല പേശിയും കണ്ണുകളും കരയാൻ കൂടിയാണ്. ഇവര് വെറുതെ കബളിപ്പിക്കുന്നതാണ്. ചിരിക്കണം, കരയാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. അള്ളാഹിനെ ഓർത്ത് കരയാൻ, ജീവിതത്തിന്റെ പൊരുളാലോചിച്ചുകൊണ്ട് കരയാൻ, അവനവന്റെ പാപങ്ങൾ ആലോചിച്ചുകൊണ്ട് കരയാൻ. നമ്മളുടെ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ എഴുതുമല്ലോ പല രേഖകളിലും, ഒഫീഷ്യൽ രേഖകളിൽ ചുണ്ടിന്റെ ചുവട്ട് ഒരു കറുത്ത കുത്ത്, അല്ലെങ്കിൽ കവളിൽ ഒരു കറുത്ത മറുക്, കാലിൽ പാദത്തിൽ അല്ലെങ്കിൽ കൈത്തടത്തിൽ എവിടെയെങ്കിലും ഒരു കറുത്ത മറുക് എങ്കിൽ അള്ളാഹിന്റെ പ്രവാചകന്റെ ഐഡന്റിറ്റി രേഖ ഏതാണ് അറിയണം, ആലോചിക്കണം. ഏത് തിരിച്ചറിയൽ രേഖയാണ് അള്ളാഹിന്റെ ഹബീബിന്റെ രേഖ? അവിടുത്തെ വലതു കൈയായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രധാനമന്ത്രിയായ സിദ്ദീഖുൽ അക്ബറിന്റെ രേഖ കരഞ്ഞ കണ്ണീർ ചാലുകളാണ്. ഇപ്പൊ എന്റെ രേഖ ഏതാ ഞാൻ കൊടുക്കാറുള്ളത്? എ ബ്ലാക്ക് മൈൽ അണ്ടർ ലിപ്പ്, അല്ലെ ബ്ലാക്ക് മൈൽ ഓൺ റൈറ്റ് ഹാൻഡ്, വലത് കൈയിൽ ഒരു കറുത്ത മറുക്, താടിയിൽ ഒരു കറുത്ത മറുക്. പക്ഷേ ഇന്നമാ വസീറായ മിൻ അഹ്ലി സമാഇ ജിബ്രീൽ വ മീകായിൽ, ആകാശത്ത് എനിക്ക് രണ്ട് മന്ത്രിമാരുണ്ട്, ജിബ്രീലും മീകായിലും. വമിൻ അഹ്ലിൽ അർളി അബൂബക്കറിൻ വ ഉമർ, ഭൂമിയിൽ എൻ്റെ രണ്ട് മന്ത്രിമാർ അബൂബക്കറും ഉമറുമാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിന്റെ റളിയല്ലാഹു അൻഹും തിരിച്ചറിയൽ രേഖ ഏതാണ്? കരഞ്ഞ് അവിടുത്തെ രണ്ട് കവിളുകളിലും വന്ന രണ്ട് കറുത്ത വരകൾ. ഫീ ഹദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകാഇ. ഫീ ഹദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ, അല്ലാഹുവിന്റെ ഖലീഫയായ റസൂലുള്ളാഹിന്റെ ഖലീഫയായ സിദ്ദീഖിന്റെ തിരിച്ചറിയൽ രേഖ അവിടുത്തെ വലത് കവിളിലും അവിടുത്തെ ഇടത് കവിളിലും ഖത്താനി അസ്വദാനി രണ്ട് കറുത്ത വരകളുണ്ട്. മിൻ ബുകാഇൻ, കരഞ്ഞ് കരഞ്ഞ് തഴമ്പേറ്റ് പോയ രണ്ട് കറുത്ത വരകൾ. മഹ്ശറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ കാണുന്ന സഹാബി അബൂബക്കറാണോ അല്ല, ഉമറാണോ അല്ല, ഈ കാണുന്നത് വേറെ ഏതെങ്കിലും അറബിയാണോ എന്ന് തിരിച്ചറിയാൻ ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ കവി പറയുകയാണ്, ഏത് മനുഷ്യന്റെ കബളിലാണോ കരഞ്ഞിട്ട് കണ്ണുനീർ കൊണ്ട് തഴമ്പ് വന്നു പോയത് അതാണ് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഞാനൊരു കഥ വെറുതെ ഓർത്തതാണ്. ഇവര് നമ്മളെ കബളിപ്പിക്കുകയാണ്, ദുഃഖിക്കരുത് എന്ന്. ഞാനത് പറയുന്നത് എനിക്ക് പ്രാന്തായത് കൊണ്ടല്ല, ഇയാൾ എന്താണ് പറയുന്നത് എന്ന് ഇനിയും മനസ്സിലാക്കാത്ത ഒരാളോട് പറയട്ടെ. ജീവിതത്തിൽ ദുഃഖിക്കരുതെങ്കിൽ, സങ്കടപ്പെടരുതെങ്കിൽ, കഷ്ടപ്പെടരുതെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു അത് പടച്ചത്? സന്തോഷിച്ചു കൊണ്ടിരുന്നുള്ള പ്രശ്നം എന്താണോ, കുറച്ച് കഴിഞ്ഞാൽ അത് സങ്കടമാകും. ദുനിയാവിലുള്ള എല്ലാ വിഭവവും അതാണ്, എല്ലാ വിഭവങ്ങളും അതാണ്. ഇൻസ്റ്റഗ്രാമിൽ മെമ്പർഷിപ്പ് എടുത്ത ചെറുപ്പക്കാർ ശരിക്കും ആലോചിച്ചു നോക്കൂ. അത് മനഃശാസ്ത്രപരമായി അതിന് ചില ടേമുകൾ പോലും ഉണ്ട്. എന്താ ടേം? ഞാൻ സങ്കീർണാക്കുകയല്ല, ഇതിൻ്റെ ഒരു ഗൗരവം പറയാനാണ്. ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയും. എന്താ പറയുന്നത്? ഒരാൾക്ക് ദുഃഖം ഉണ്ടായാൽ ഉടനടി സന്തോഷത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ചെയ്യണം. അല്ലേ ഒരു സംഗതി മടുത്താൽ മടുപ്പ് മാറാൻ ആവേശമുള്ള എന്തെങ്കിലും ചെയ്യണം. ഒരു കാറ് തന്നെ ഓടിക്കുന്നു 3 കൊല്ലായി. അപ്പോൾ ഹെഡോണിക് ട്രെഡ്മിൽ, ജോൺ സ്റ്റോട്ട് മിൽ എന്ന് പറയുന്ന ഒരാൾ ആവിഷ്കരിച്ച തത്വമാണിത്. അപ്പം മനസ്സ് തോന്നുകയാണ്, കുറേ കാലമായില്ലേ ഈ ആൾട്ടോ, ഇനി നമുക്ക് എന്താക്കാം, ഇത് ഇന്നോവയാക്കാം. അല്ലേ കുറേ കാലമായില്ലേ ഇന്നോവ, ഈ വണ്ടിയെ നമുക്ക് വേറൊരു വണ്ടിയാക്കാം. കുറേ കാലമായില്ലേ ഈ സൈക്കിൾ, ഇനി ഇത് ബൈക്കാക്കാം, ഇനി ഇത് ബുള്ളറ്റാക്കാം. ഇത് പോയി എവിടെ? കുറേ കാലമായില്ലേ ഈ ഭാര്യ, ഇനി ആരും അറിയാതെ മറ്റൊന്നിലേക്ക് പോയാലോ? കുറേ കാലമായില്ലേ ഇതേ ഒരു പങ്കാളിയായ ഭർത്താവ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ വേറൊന്നിലേക്ക് തന്നെ നോക്കിയാലോ? ഇത് മനുഷ്യനെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന സംഗതിയുടെ പേരാണ് ഏത് കാര്യം? മനുഷ്യനെപ്പോഴും ചില്ലായിരിക്കണം എന്ന് പറയുന്ന തെറ്റായ സങ്കല്പം. വേറെ ഭാഷ അതാണല്ലോ, ചില്ലായിരിക്കണം, വൈബായിരിക്കണം, ചിയറായിരിക്കണം, ഡൾ ആവരുത്, മൂഡ് ഓഫ് ആവരുത്, മുഖം കറുക്കരുത്. അവരെ പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. കുറെ കാലമായില്ല വീട്ടിൽ നിന്ന് തന്നെ തിന്നുന്ന്, നമുക്കിന്ന് പുറത്ത് പോയാലോ? കുഴപ്പമില്ല. പക്ഷേ പുറത്ത് പോയി തുടങ്ങി,
കുറെ കാലമായില്ലേ ഈ പുറത്ത് വരുന്നത്, ഇനി നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയാലോ? കുറെ കാലമായില്ലേ ഇത് തന്നെ അനുഭവിക്കുന്നു. താഴെയുള്ളവരിലേക്ക് നോക്കുന്ന ഒരു സിസ്റ്റം ഈ പറയുന്ന ആധുനികതയുടെ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഒക്കെ മുകളിലുള്ളവരുടെ. അതിനും പേരുണ്ട്, റിലേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം മനസ്സിലാവാൻ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരെയാണ് നോക്കേണ്ടത്, മുകളിലുള്ളവരെ നോക്കാൻ പാടില്ല. റിയാലിറ്റിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത റീലുമായി വരുന്ന ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ്, അവരെ പേര് തന്നെ അതാണ്, സ്വാധീനക്കാർ. പക്ഷെ അതൊരു നല്ല സ്വാധീനമല്ല. നമ്മൾ അവർക്ക് വേണ്ടി ഫ്ലക്സ് വെക്കുന്നു, അനുമോദനം കൊടുക്കുന്നു. ഈ ഇൻഫ്ലുവൻസിങ്ങിന്റെ ഒരു പ്രത്യാഘാതം എത്ര വലുതാ! നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ മതി. പക്ഷേ പറയാണ് കേട്ടോ, ദാ പുതിയ ഡ്രസ്. മാസത്തിലും കൊല്ലത്തിലും ഷോപ്പിംഗ് നടത്തിയ ആൾക്കാരോട് പുതിയൊരു പ്രേരണ, ഒന്നിച്ച് വെച്ചേക്ക്. പച്ച വാച്ചിന് പച്ച, നീല വാച്ചിന് നീല, കളർ പാറ്റേണിൽ, അതിൻ്റെ ഷേപ്പിംഗ് പാറ്റേണിൽ, ഡിസൈനിങ് പാറ്റേണിൽ ഓരോരുത്തരുടെ അളമാറയും ഒരു ടെക്സ്റ്റൈൽസായി മാറി. ഓരോരുത്തരുടെ തട്ടും ഒരു ഫുഡ്വെയറായി മാറി. ഓരോ അടുക്കളയും ഒരു ക്രോക്കറിയായി മാറി. മനുഷ്യന് ജീവിക്കാൻ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. 5 സാധനം കൊണ്ടാണ് പുണ്യനബിയുടെ പുത്രി ഫാത്തിമ ജീവിച്ചത് റളിയല്ലാഹു അൻഹ. ഒരാസുകല്ല്, ഒരു മരക്കട്ടിൽ, ഒരു തോൽസഞ്ചി, ഒരു കണ്ണാടി, അതേപോലെ ഒരു സാധനം കൂടി എന്തോ ഉണ്ട്, ഒരു തലയണ. ഇത്രയും സാധനങ്ങളാണ് വീടും ഭക്ഷണത്തിന്റെ ധാന്യങ്ങളും വെള്ളവുമല്ലാത്ത ഒരു സാധനമായി ആ വീട്ടിലുണ്ടായിരുന്നത്. അതേപോലെ ആവണമെന്നല്ല, കാട് കയറി ഞാൻ എന്തോ പറയുകയല്ല. പക്ഷെ മറ്റൊരു തെറ്റാണ്, ഏതിടണം എന്നാണ് നമ്മുടെ കൺഫ്യൂഷൻ അല്ലേ? രാവിലെ 8:30 മണിക്ക് 9 മണിക്ക് നമ്മൾ ഒരുങ്ങി വന്നിട്ട് ഹാങ്കറിന്റെ മുമ്പിൽ ഷെൽഫിന്റെ മുമ്പിൽ ഒരു നിപ്പാണ്. ഇന്നിപ്പോ ഏതാ ഇടുക? ഇതാ അതാ, ഇന്നലെ അതാ നല്ല ഇട്ടത്. അപ്പൊ ഒന്നെടുത്തിട്ടു. അപ്പൊ നമുക്ക് തോന്നണം അതല്ല ഇത്. ഇന്നിപ്പോ ഏത് ചെരുപ്പാണ് ഇടേണ്ടത്? കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോകുമ്പോൾ ഇതാണ് ഇട്ടത്, അപ്പൊ അതേന്ന് ഇട്ടാ മോശമാണ്. ഇന്നിത്. രാവിലെ പാല് വാങ്ങാൻ പോകുമ്പോ ആൾട്ടോ എടുത്ത് പോയി. ഇപ്പൊ കല്യാണത്തിന് എങ്ങനെയാ അതെടുത്ത് പോവുക? അപ്പൊ വലിയ കാറായിക്കോട്ടെ. ഈ സാധനത്തിന്റെ പേരാണ് ഹെഡോണിക് ട്രെഡ്മിൽ. അത് പറയുമ്പോ അത് പ്രശ്നമാണ്. പക്ഷെ ആ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. റിലേറ്റീവ് പ്രോപ്പർട്ടി നമ്മുടെ ഉള്ളിലുണ്ട്. മേലുള്ളവനെ മാത്രം നോക്കുക. ഇത് പഠിപ്പിക്കുന്ന ചങ്ങാതിമാരുടെയും ചങ്ങായിച്ചിമാരുടെയും പേരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന ആളുകൾ. എന്താ സ്വാധീനം? ഈ പറയുന്ന സാധനം. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർന്നാൽ കംപ്ലീറ്റ് ആയി. എന്താ അറിയോ? വേറൊരു മനോരോഗം, സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ വേറെ മനോരോഗം, ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാനിവിടെ ഇല്ലാതായി പോകുമെന്നുള്ള പേടി. അതൊരു പേടി തന്നെയാണല്ലോ. ഞാനും ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ മാത്രം ഒരു കാലത്തോട്ട് ചേരാത്ത ഒരാളായി പോവണ്ട. വെറുതെ തന്നെ ഒരു ബേജാർ. അപ്പൊ ആഴ്ചക്ക് ഒരു ദിവസം ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറോ. എവിടെയെങ്കിലും ഒന്ന് പോയാൽ, നമ്മൾ ഒരു കാഴ്ച കാണാൻ പോയാൽ, ഞാൻ വെറുതെ പറയാൽ, ഇതൊക്കെയല്ല ഞാൻ, ഇതൊക്കെയല്ല നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പൊ വിഷയം. നമ്മളൊരു കാഴ്ച കാണാൻ പോയാൽ അത് കാണാൻ പോലും നമുക്ക് നേരെയില്ല. നമ്മുടെ ശ്രമം എന്താ? നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ കാണിക്കൽ. നമുക്ക് കാണാൻ നേരെയില്ല. നമ്മളാണ് കാണാൻ പോയത്, പക്ഷെ നമുക്ക് നോക്കാൻ നേരെയില്ല. നമ്മുടെ കയ്യിൽ ഈ സാധനമുണ്ട്, ക്ലിക്ക് 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 ക്ലിക്ക്, സ്റ്റാറ്റസ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്. അപ്പോഴേക്ക് സമയം കഴിഞ്ഞു. നമ്മൾ കണ്ടോ? കണ്ടില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? നമ്മളവിടെ എത്തിയത് വേറെ ആൾ കണ്ടു. നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത്? ഞാനിവിടെ വന്നു എന്ന് അറിയണം വേറെ ആളുകൾ. ഞാനും ഇവിടെ ഉണ്ട്, ഞാനിത് പഴഞ്ചനല്ല, എനിക്കിത് അറിയാം, എനിക്ക് ഈ ഉപകരണം ഉണ്ട്, ഞാൻ അപ്ഡേറ്റഡ് ആണ്. ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ പുറന്തള്ളപ്പെടും. ആ പേടിയുടെ പേരാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഫോമോ ഗുളികയുള്ള മനോരോഗമാണ്, കൗൺസിലിംഗ് മരുന്നാവുന്ന മനോരോഗമാണ്. ആരാ പഠിപ്പിച്ചത്? وَمِنَ النَّاسِ مَن يَشْتَرِي لَهْوَ الْحَدِيثِ لِيُضِلَّ عَن سَبِيلِ اللَّهِ وَمِنَ النَّاسِ مَن يَشْتَرِي لَهْوَ الْحَدِيثِ لِيُضِلَّ عَن سَبِيلِ اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّخِذُهَا هُزُوًا. കാശ് കൊടുത്തുകൊണ്ട് മാലിന്യങ്ങൾ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. കാശ് കൊടുത്തുകൊണ്ട് ഭ്രാന്ത് വിലക്ക് വാങ്ങുന്ന ആളുകൾ. അതിനെ അവർ തമാശയായിട്ടാണ് സ്വീകരിക്കുന്നത്. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്.
വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ. ഈ ആളുകളോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താലോ അവരുടെ മുഖം ചൊളിഞ്ഞു പോകും, അഹങ്കാരത്തോടെ അവർ അതിൽ നിന്നും പിന്തിരിഞ്ഞു കളയും എന്നും പരിശുദ്ധ ഖുർആൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ വെറുതെ പറയൂലല്ലോ. എന്താ പറഞ്ഞതിന്റെ ആശയം എന്താ? വമിനൻ നാസി, ജനങ്ങളിലുണ്ട് ഒരു കൂട്ടർ, മൻ യശ്തരി, അവർ കാശ് കൊടുത്ത് വാങ്ങും. അക്യുറേറ്റ് ആണ്. ഒരു വാക്കർത്ഥം ഞാൻ എൻ്റെ വക ഒരു മല്ലിയും മസാലയും ചേർത്തൊന്നും പറയുന്നതല്ല. അവർ കാശ് കൊടുത്ത് വാങ്ങും. എന്തിനേന്നറിയോ? ലഹ്വൽ ഹദീഫി, സംസാരം എന്ന മാലിന്യത്തെ വിലക്ക് വാങ്ങും. ലിയുദില്ല അൻ സബീലില്ലാ, ആളുകളെ നല്ല കാര്യങ്ങളിൽ നിന്നും തിരിച്ചു കളയാനും സ്വയം തിരിഞ്ഞു പോകാനും വേണ്ടി. ഒരു മാസത്തേക്ക് കൂടി നെറ്റ് റീചാർജ് ചെയ്യുമ്പോൾ, ലൈഫ് ലോങ് ആക്കുമ്പോൾ 1 GB ഡെയിലി പാക്കേജ് മാറ്റി 2 GB പോകുമ്പോൾ, അൺലിമിറ്റഡിലേക്ക് പോകുമ്പോൾ അതിനെപ്പറ്റി പറയുന്ന വാക്കാണ് മൻ യശ്തരി ലഹ്വൽ ഹദീസ്. കാരണം ഇതിലെന്താ കാണുന്നത് ലഹ്വുൽ ഹദീസാണ്. ചിരിപ്പിക്കാനുള്ളത്, കരയിപ്പിക്കാനുള്ളത്, എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാനുള്ളത്, നേരം നശിപ്പിക്കാനുള്ളത്. എല്ലാ ദിവസവും ഐഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു ആയത്താണിത്. സ്ക്രീൻ ഹവർ അല്ലെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മളത് എത്ര നേരം ഓണാക്കി എന്നത് പറഞ്ഞു തരും. നമുക്ക് തോന്നും ഡെയിലി 2 മിനിറ്റ് അല്ലേ 3 മിനിറ്റ് അല്ലേ. പക്ഷെ അവസാനം 24 മണിക്കൂർ ആകെ എടുത്ത് നോക്കിയാൽ അതിലൊരു 5-8 മണിക്കൂർ ഇത് പിടിച്ചു നടന്നിട്ടുണ്ടാവും. എന്തിനു വേണ്ടി? ടെൻഷൻ മാറ്റാൻ, മൂഡ് ഓഫ് മാറ്റാൻ. ടെൻഷനും മൂഡ് ഓഫ് മാറ്റാൻ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഈ ആധുനികത പറയുന്നതല്ല അതിൻ്റെ പരിഹാരം, ആത്മീയത പറയുന്നതാണ് പരിഹാരം. താൽക്കാലികമായ മൂഡ് ഓഫ് മാറ്റാൻ നാം ഭക്ഷണം കഴിക്കാൻ പോയെന്നിരിക്കട്ടെ, ഏറ്റവും നല്ലൊരു ഹോട്ടലിൽ ഏറ്റവും നല്ലൊരു ഭക്ഷണത്തിൻ്റെ ഒരു മെന്യു നമ്മൾ ബുക്ക് ചെയ്തു. പക്ഷേ ഏത് ഭക്ഷണമാണ്? തിടുക്കത്തിൽ തുടങ്ങും, മടുപ്പിൽ ഒടുങ്ങും, ആവേശത്തിൽ തുടങ്ങും, അവശതയിൽ അവസാനിക്കും. സുഖത്തിൽ തുടങ്ങും, അസുഖത്തിൽ അവസാനിക്കും. രുചിയായാലും രതിയായാലും സെക്സായാലും ഭക്ഷണമായാലും പണമായാലും അധികാരമായാലും ദുനിയാവിൻ്റെ ഏത് വിഭവമായാലും ഒരു വലിയ പ്ലേറ്റ് ബിരിയാണി തിന്നാൻ 1 മിനിറ്റ് മതി. ഭയങ്കര ആക്രാന്തത്തോടെ തുടങ്ങിയതാണ്. പക്ഷേ അതൊരു 1 മിനിറ്റ് കൊണ്ട് തിന്നതിന് ശേഷം വീട്ടുകാരൻ കുറച്ചുകൂടി ഇട്ട് തന്നു. ആദ്യം തിന്നതിൻ്റെ 4/1 ഉള്ളൂ. ആദ്യത്തെ പ്ലേറ്റ് മൊത്തം തിന്നാൻ 1 മിനിറ്റ്, രണ്ടാമത്തേത് തിന്നാൻ ആദ്യത്തേതിൻ്റെ 4/1 തിന്നാൻ 4 മിനിറ്റ്. കാരണം മടുത്തു. അവസാനം ഒരു കഷ്ണം കൂടി വെറുതെ ഇട്ട് തന്നു. അത് തിന്ന് തീർക്കാൻ 5 മിനിറ്റ്. ആദ്യം മൊത്തം തിന്നാൻ 1/2 മിനിറ്റ്, അവസാനം അതിൻ്റെ 10/1 തിന്നാൻ 5 മിനിറ്റ്. എന്താ സംഭവിച്ചത്? രുചി അള്ളാഹു അങ്ങനെയാണ് പ്രകൃതിയിൽ ഉണ്ടാക്കിയത്. ആദ്യം ആക്രാന്തം, അനുഭവിക്കും തോറും മടുപ്പ്, ഒടുവിൽ വിരസത, വേണ്ട, അവസാനം ഇങ്ങോട്ട് തള്ളി വരും, മതി. ഒരു മൈക്കിന്റെ മുമ്പിൽ പറയാൻ വരുന്ന ഇപ്പൊ തിന്നലും കുടിക്കലും മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ ആലോചിച്ച് നോക്കൂ. തുടങ്ങുമ്പോൾ തിടുക്കം, തീരുമ്പോൾ മടുപ്പ്, ആദ്യം ആവേശം, പിന്നെ അവശത. ബുദ്ധിയുള്ളവർ ആലോചിക്കേണ്ട സംഗതി അതാണ്. ദുനിയാവിൽ എല്ലാ സംഗതികളുടെയും ഒരു കടപ്പതാണ്. നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകൂ. അതിൻ്റെ പിന്നാലെ പോയി അവസാനം എവിടെ എത്തിക്കും? ഒന്നിലും രസം കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ ലാസ്റ്റ് രസം. ഭക്ഷണത്തിൽ രസമില്ല, സെക്സിൽ രസമില്ല, സിനിമയിൽ രസമില്ല. ആദ്യമൊക്കെ എപ്പോഴും പടത്തിന് പോകുന്ന ആൾക്കാരാണ്, ടാക്കീസ് പോകും. ഇപ്പം എന്താ നീ പോവാത്തത്? നന്നായതാ? അതൊന്നുമല്ല, ഇപ്പം അതിലൊന്നും ഒരു മൂഡ് കിട്ടുന്നില്ല, ഇപ്പം അതൊന്നും പോരാ, അപ്പം അത് ഒഴിവാക്കി. ആദ്യമൊക്കെ കോമഡി കാണുന്ന ആളാണ്, ഇപ്പം കോമഡി കണ്ടാൽ ഓക്കാനം വരും, അത് മടുത്തു. ആദ്യമൊക്കെ പാട്ട് കേൾക്കുന്ന ആളാണ്, ഇപ്പം പാട്ട് പോരാ. ലാസ്റ്റ് ഒന്നുകിൽ കംപ്ലീറ്റ് ഒരു ഡിപ്രസ്ഡ്, ഒരു വിഷാദ രോഗിയാകും, ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരാളാകും. അങ്ങനെ ഒരു ജീവച്ഛവം പോലെ മരിക്കാത്തത് കൊണ്ട് മാത്രം ജീവിക്കും. പണ്ടാരോ പറഞ്ഞല്ലോ, ചാവാൻ ജീവനില്ലാത്ത കോഴിയും. ആ കോഴി എന്താണ് ചാവാത്ത എന്നുള്ളതിൻ്റെ ഉത്തരിപ്പതാണ് ഒരാൾ പറഞ്ഞത്. ചാവാനും വേണ്ട കുറച്ച് ജീവൻ, ചാവാൻ പോലും ജീവനില്ലാത്ത കോഴി എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമ്മളെത്തും. ഒന്നിനോടും താല്പര്യമില്ലാത്തായി. പിന്നെ അവിടെ ഒറ്റൊരു പരിഹാരമേ ഉള്ളൂ, ലഹരി, മദ്യം, MDM, കഞ്ചാവ്. പേരറിയുന്നത് അറിയാത്തത് എന്തിനാണെന്നറിയോ? എന്നാൽ പിന്നെ ഇതൊന്നും ആലോചിക്കണ്ടല്ലോ. മൂടുണ്ടോ മൂടില്ലേ, സന്തോഷമുണ്ടോ സന്തോഷമില്ലേ, ഒന്നിലേക്കും പോവണ്ട.
ലാസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇതൊരു പഴയ കഥയല്ല. ഇതാണ് നമ്മൾ ഓർക്കേണ്ട, അറിയേണ്ട ഒരു സംഗതി. മീഡിയകളിലും പത്രങ്ങളിലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകൾ നമ്മളെപ്പോലുള്ളവരാണ്. അവരങ്ങനെ ആകാൻ വേണ്ടി വേറെ തന്നെ ഉമ്മ പറ്റ മക്കളല്ല അത്. അവരെ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മദ്രസയിൽ 7ലും 10ലും 12ലും പഠിച്ചവരാണ് ഉമ്മയെ കൊന്നവനും. ആത്മഹത്യ ചെയ്തവനും ചെയ്യിപ്പിച്ചവനും പഠിച്ചവനും ഓതിയവനുമാണ്. തറവാട്ടുകാരാണ്, നല്ല മാതാപിതാക്കളാണ്. നമുക്ക് തോന്നും, ഈ ആംബുലൻസ് പോകുമ്പോൾ ഒരു തോന്നലുണ്ടല്ലോ, അയ്യോ പാവം, നല്ല തന്നെ. ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരും, ഇതൊരു കഷ്ടാട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മളാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കൂല. അടുത്ത വണ്ടിയിൽ ഞാൻ പോകേണ്ടി വരുമല്ലോ, വേറെ ആൾക്ക് പറഞ്ഞതാണെന്നൊരു തോന്നലുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഈ പിടിക്കപ്പെടുന്നവരുടെ ന്യൂസ്, അല്ലെങ്കിൽ ഈ പറയുന്ന നിർഭാഗ്യത്തിൽ അകപ്പെട്ടു പോകുന്നവരുടെ പാവങ്ങളാണവർ. പച്ച പാവങ്ങളാണ്. ഒരു നിമിഷം കയ്യിന്ന് പോയതേ തെറ്റ് ചെയ്തുള്ളൂ. ഒരു നിമിഷം കയ്യിന്ന് പോയതാണ്. ഒരു നിമിഷം കയ്യിന്ന് പോയതാണ്. അല്ലാതെ കാലാകാലം ക്രിമിനലുകളല്ല അവരാരും, നല്ലവരാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാ. ഒരു കുറ്റവാളി സ്ഥായിയായ കുറ്റവാളിയല്ല. അവൻ കുറ്റം ചെയ്ത സന്ദർഭത്തിലെ കുറ്റം പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ. ആ മനുഷ്യൻ നല്ലവനാകാം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മളെപ്പോലുള്ള, നമ്മൾ ചിലപ്പോൾ കരുതുന്നില്ലേ, ഇത്ര ആളെ കൊന്നവൻ, ഇത്ര പെണ്ണിനെ പിടിച്ചവൻ, ഇത്ര കള്ള് കുടിച്ചവൻ, പക്ഷേ ആ മനുഷ്യന്റെ മനസ്സ് സോഫ്റ്റാ, പാവ. നമ്മളെപ്പോലുള്ളവരവർ, നമ്മളെക്കാൾ നല്ലവരായിരുന്നു അവർ. എപ്പോഴാ പഴച്ചുപോയത്? ഒടുവിൽ ഈ പറയുന്ന സന്തോഷം തേടി പോയി കിട്ടാതെയായപ്പോ, സന്തോഷം കിട്ടാൻ ആവശ്യപ്പെട്ട പണം നിഷേധിക്കപ്പെടാൻ തുടങ്ങിയപ്പോ മദ്യത്തിൽ, മയക്കുമരുന്നിൽ ചെന്ന് വീണു. പിന്നെ ആള് കയ്യിൽ നിന്ന് പോയി. ഞാനിത് പറഞ്ഞുണ്ടാക്കിയത്, സന്തോഷം തേടിയുള്ള യാത്രക്ക്, സഞ്ചാരത്തിന് പൂർണ്ണമായ സംതൃപ്തി കൊടുക്കാൻ ദുനിയാവിന്റെ കയ്യിൽ മരുന്നില്ല. അതിന് മാത്രമുള്ള ഒരു സാധനം ദുനിയാവിലില്ല. ഉണ്ടെങ്കിലല്ലേ സംസാരിക്കേണ്ടു. ദുനിയാവിന്റെ മാക്സിമം എന്താ? അധികാരം, പണം, രുചി, രതി. തീർന്ന്. ഇത് ഞാൻ വെറുതെ പറയല്ല. ഒരു മനുഷ്യന്റെ ബേസിക്കലി ഒരു മനുഷ്യനിക്ക് വേണ്ട സാധനങ്ങൾ 12 ഉള്ളൂ. ആദ്യം നബി മുതൽ അവസാന കാലം വരെ. ഉറങ്ങണം, മൂത്രയിക്കണം, വെള്ളം കുടിക്കണം, കാഷ്ടിക്കണം, ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, സെക്സിൽ ഏർപ്പെടണം, പാർപ്പിടം, വീട് കെട്ടണം, പിന്നെ വിനോദങ്ങളിൽ ഏർപ്പെടണം. വിനോദം 4 വിധം: കല, കായികം, സംഗീതം, ലഹരി. ഈ 12 ആവശ്യങ്ങളല്ലാത്ത 13ാമത്തെ ആവശ്യം ആദം നബി മുതൽ അന്ത്യനാൾ വരെ ലോകത്തൊരു മനുഷ്യനുണ്ടാകൂല. ഉണ്ടെങ്കിലല്ലേ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ലോകത്തെ ഏത് 2 കാലും വരെ നിൽക്കുന്ന, ഉടലുള്ള, ജീവനുള്ള, ശ്വാസം കഴിക്കുന്ന മനുഷ്യനും ഈ പറഞ്ഞ 12ന്റെ ഉള്ളിലെ ആവശ്യങ്ങളുള്ളൂ. ആ 12ഉം നടന്നാലും മനുഷ്യന്റെ മടുപ്പ് മാറൂല. മടുപ്പ് മാറുമെങ്കിൽ നമ്മുടെ മാറും. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ ടിപ്പു സുൽത്താൻ നമ്മൾ കേട്ടു, അറിയുന്ന കഥയാണ്. ഇനി ടിപ്പു ആക്കണ്ട ചിലരെങ്കിലും, അല്ലെങ്കിൽ നല്ലൊരു ശതമാനത്തിന് അറിയാവുന്ന ആൾക്കാർ, അലക്സാണ്ടർ ചക്രവർത്തി, റോമൻ രാജാവ്, ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അധിപൻ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപൻ. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ എന്തൊക്കെയോ തോന്നില്ലേ? എങ്കിൽ അവരെക്കാളും സൗകര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. തല തുറന്ന് ആലോചിച്ചു. ടിപ്പു സുൽത്താനേക്കാളും സൗകര്യത്തിലാണ് ഈ പ്രസംഗിക്കുന്ന ഞാനിപ്പോൾ ജീവിക്കുന്നത്. ടിപ്പു സുൽത്താനേക്കാളും സൗകര്യത്തിലാണ് ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടായിരുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റിനേക്കാളും സൗകര്യത്തിലാണ് ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യനും ഇന്ന് ജീവിക്കുന്നത്. ഉപകരണങ്ങൾ ആലോചിച്ച് നോക്കൂ. മര്യാദക്ക് ഒരു ഇന്നത്തെ ഘടനയുള്ള ഒരു ബാത്റൂം അന്നുണ്ടായിരുന്നു? ഇല്ലല്ലോ. കാൽനടയായി പോകണം, കഴുതപ്പുറത്ത് പോകണം, കുതിരപ്പുറത്ത് പോകണം, ഒട്ടകപ്പുറത്ത് പോകണം, പൊരി വെയിൽ കൊള്ളണം. ഈ കുതിരപ്പുറത്ത് ചാടിപ്പോയ രാജാക്കന്മാരാണല്ലോ വലിയ രാജാക്കന്മാർ. ഒരു കുതിരയുടെ വേഗത എത്രയാ? പെർ ഹവർ 30 കിലോമീറ്റർ. മീൻ വിൽക്കുന്ന M80 ഉണ്ടല്ലോ, അതിന്റെ സ്പീഡില്ല ഒരു കുതിരക്ക്. ആ കുതിരപ്പുറത്താണ് അലക്സാണ്ടർ പോയത്. ആ കുതിരപ്പുറത്താണ് റോമൻ ബൈസന്റൈൻ അധിപൻ ഹെറാക്ലീസ് പോയത്. ആ കുതിരപ്പുറത്താണ് പേർഷ്യൻ അധിപൻ ഹുസ്ദ് പോയത്. ആ കുതിരപ്പുറത്താണ് മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ പോയത്. M80യുടെ വേഗതയില്ലാത്ത വണ്ടിയുടെ പുറത്താ. ഇവിടെ ഒരു ചെരുപ്പ് തുന്നിക്കില്ലേ, അതിനേക്കാളും സൗകര്യം? ഒരു ചാക്ക് തുന്നിക്ക് അതിനേക്കാളും സൗകര്യമില്ലേ? എനിക്ക് അതിനേക്കാളും സൗകര്യമില്ലേ? നിനക്ക്, നിങ്ങൾക്ക് അതിനേക്കാളും സൗകര്യമില്ലേ? ഇവരെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്?
റസൂലുള്ള അതുകൊണ്ടാണ് പറഞ്ഞത് വയുഖ്ബദുൽ ഇൽമ്, അവസാന കാലയാകുമ്പോ 5 പൈസയുടെ വിവരം ഒരുത്തന്റെ തലയിൽ ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് സംതൃപ്തി ഉണ്ടോ? എന്നാലും ഇവിടെ എന്താ, ഗവൺമെന്റിന്റെ APL BPL ബിലോ പോവർട്ടി ലൈൻ, ദരിദ്രൻ. ഇന്ന് ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലക്കൽ നിൽക്കുന്നയാള് റോമൻ സാമ്രാജ്യത്തിന്റെ ഹെറാക്ലീസിനേക്കാളും വലിയ സൗകര്യത്തില. എന്നിട്ട് സമാധാനമുണ്ടോ? ഇല്ല. സന്തോഷമുണ്ടോ? ഇല്ല. അപ്പൊ സമാധാനവും സന്തോഷം എവിടെ? കണ്ണിലല്ല, കാഴ്ചയിലല്ല, മനസ്സിലാ. കണ്ണിൽ സന്തോഷമില്ല, കാഴ്ചകളിൽ സന്തോഷമില്ല, അനുഭവിക്കുന്ന ഉപകരണങ്ങൾക്ക് സന്തോഷം തരാൻ കഴിയില്ല. മനസ്സ് ബുദ്ധിയുള്ള മനസ്സായാലേ സന്തോഷം കിട്ടൂ. അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടണം. നമുക്കിപ്പോൾ വിചാരിക്കാലോ, ടിപ്പു സുൽത്താനൊക്കെ എത്ര പാവ, അയാൾക്ക് തൻ്റെ ഭാര്യയോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമായിരുന്നെങ്കിൽ യുദ്ധത്തിന് പോയി. ടിപ്പു ഇവിടെ തലശ്ശേരി വരെ വന്നു, ബത്തേരി വന്നു, കുറ്റിയാടി വന്നു, ഒക്കെ വന്നു. ഭാര്യനോട് 2 വാക്ക് സംസാരിക്കാൻ തിരികെ മൈസൂർ വരെ പോകണ്ടേ? ഇന്നിവിടെ നമ്മളോ, തേങ്ങ പറിക്കാൻ മുകളിൽ കയറിയ ആൾക്ക് വീട്ടിലേക്ക് മെസ്സേജ് കൊടുക്കാൻ അരേന്ന സാധനം വലിച്ചാൽ പോരെ? അപ്പൊ നമ്മളൊക്കെ എത്ര വലിയ ആളുകളോ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, റിലേറ്റീവ് പോവർട്ടി, ആപേക്ഷികമായി ദാരിദ്ര്യം വഹിക്കുന്നവരായി നമ്മൾ മാറി. നമ്മൾ എന്നിട്ടും സമാധാനം ഇല്ലാത്തവരായി. ആര് പഠിപ്പിച്ചതാണ്? ഞാൻ വെറുതെ പറയുകയല്ല, നമ്മുടെ മനസ്സിന്റെ സെറ്റപ്പ് മാറിപ്പോയതാണ് പ്രശ്നം. അതേപോലെ ഇത് പറയുമ്പോൾ നമ്മൾ 7-ാം നൂറ്റാണ്ടുകാരാകും, 6-ാം നൂറ്റാണ്ടുകാരാകും, അപരിഷ്കൃതരാകും, പൊതുസമൂഹം നമ്മളെ തള്ളും. 5 പൈസക്കില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ പൊതുബോധം എന്ന് പറയുന്ന സാധനവും. 5 പൈസക്കില്ലാത്തൊരു സാധനമാണ് ഈ പൊതുബോധം. ഇത് നമ്മൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ സമൂഹം അത് സ്വീകരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ആ യാഥാർത്ഥ്യം എല്ലാവരുടെ മനസ്സിലും ഈ കാര്യമുണ്ട്. ഇപ്പൊ നോക്കൂ ലൈറ്റ് ഒരു ഉദാഹരണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, സന്തോഷമല്ല പ്രധാനം, സങ്കടമാണ് പ്രധാനം എന്ന് പറഞ്ഞു. ഇതിന്റെ പകുതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ആ സങ്കടം ആഖിറത്തിന്റെ കാര്യത്തിലുള്ള സങ്കടമാണ് എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ ഒരു ചോദ്യം, ഇരുട്ട് നമുക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര പ്രശ്നമാണ് ഇരുട്ട്. എൻ്റെ അവിടെ ഇനിയും ഇൻവേർട്ടർ എടുത്തില്ല. 4 മണിക്കൂർ പവർ കട്ട്. ഇന്നലെ പോയതല്ലേ കരണ്ട്. ഞാനെന്തേ പറഞ്ഞറിയോ? വയുഖ്ബദുൽ ഇൽമ്, നമുക്ക് വിവരമില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ആശയം പറയുകയാണ്. മനുഷ്യന്മാർ നമുക്കെന്തുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ശ്രദ്ധയില്ല, ഒന്നും തലേ കയറുന്നില്ല? വെളിച്ചത്തിൽ കുളിച്ചിട്ട് എന്നുള്ളതാണ് അതിന്റെ ഒറ്റ വാക്കിൽ ഉത്തരം. പരിശുദ്ധ ഇസ്ലാം പറയുന്നു, ഇരുട്ടത്തേക്ക് വാ. ഏതിരുട്ട്? ഭൗതികമായ ബാഹ്യമായ ഇരുട്ട്. എന്നാൽ നിനക്ക് മാനസികമായ വെളിച്ചം കിട്ടും. ഇതാണ് ഇസ്ലാം. 4 ഭാഗത്തും കെമിക്കൽ ആലക്തികമായ ഇലക്ട്രിക് ബൾബുകൾ കത്തിക്കലല്ല വിവരം കൂടാൻ വേണ്ടത്. ഇരുട്ടത്ത് പോയിരിക്കലാണ്, വിവരം വരും. മനസ്സിലായില്ല? അള്ളാഹിന്റെ പ്രവാചകൻ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്, ആമിനയുടെ മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് മുഹമ്മദൻ റസൂലുള്ളാഹി ആയത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇരുട്ടത്താണ്, രാത്രിയാണ്, കൂരിരട്ടിലാണ്. ഇമ്രാന്റെ പുത്രനായ മൂസ എപ്പോഴാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആയത്? ഇരുട്ടത്താണ്. ഇന്ന് UNO ചർച്ച ചെയ്യുന്ന ഏറ്റവും മാരകമായ പൊല്യൂഷൻ, മലിനീകരണം ഏതാണെന്നറിയോ? ജലമലിനീകരണമല്ല, വായുമലിനീകരണമല്ല, ശബ്ദമലിനീകരണവുമല്ല, പ്രകാശ മലിനീകരണമാണ്. ലൈറ്റ് പൊല്യൂഷൻ, ലൈറ്റ് എന്ന മാലിന്യം. ഇതാണ് ചർച്ച. സ്റ്റഡി റൂം കുട്ടികൾക്ക് സെറ്റ് ചെയ്തെടുത്തു. അവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, ഫോണൊന്നും ലൈറ്റ്, എവിടൊന്നും ലൈറ്റ്. പണ്ട് കാലത്തൊക്കെ ആളുകൾ പഠിച്ചു വന്നത്, പഠിക്കുന്ന കുട്ടിക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടാവില്ല, കണക്കിൽ നല്ല വിവരം ഉണ്ടാവും അല്ലേ? ഒരൊറ്റ നോട്ട് ബുക്ക്. ആ നോട്ട് ബുക്കിന്റെ വടക്കുന്നൊരു വിഷയം, തെക്കുന്ന് വേറെ വിഷയം, പടിഞ്ഞാറുന്ന് വേറെ വിഷയം, കിഴക്കുന്ന് വേറെ വിഷയം, നടുവെന്ന് വേറെ വിഷയം. ആ കുട്ടിക്ക് നല്ല വിവരം ഉണ്ടായിരുന്നു. അന്യന്റെ അപ്പുറത്തിരിക്കുന്നവൻ്റെ വാങ്ങിയിട്ടാണ് വൃത്തം വരച്ച് പഠിച്ചത്. അപ്പൊ തെറ്റിപ്പോയത് മയക്ക റബ്ബർ അതിൻ്റെ അപ്പുറത്തെ കുട്ടീനോടാണ് വാങ്ങിയത്. ഉപകരണങ്ങൾ, സൗകര്യങ്ങൾ കൂടിയിട്ട്
കുട്ടിക്ക് ബുദ്ധി കൂടിയില്ല, വിവരം കൂടിയില്ല, ശ്രദ്ധ കുറഞ്ഞു. എന്താ? കണ്ണിലേക്ക് അടിച്ച് തള്ളി കയറ്റി കൊടുക്കുകയാണ് ലൈറ്റ്. ആരാ പഠിപ്പിച്ചത്? വിഷയം അവിടെയാണ് കിടക്കുന്നത്. ജീവിതത്തിന്റെ രീതി, നമ്മൾ ശാരീരികമായി പറയില്ലേ, ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റിക്സ്, ജീവിതശൈലി മനോഭാവ പ്രശ്നങ്ങളാണ് നമ്മുടെ വിഷയം. മുഖക്കണ്ണടക്കുൽ തുറക്കട്ട വാട, പൂട്ടിട്ട പഞ്ചപ്പിൽ മുത്തുണ്ടുകാട. ശുജായി മൊയ്തു മുസ്ലിയാർ, മലയാളം കണ്ട മഹാനായ ദാർശനിക കവി. കൂടുന്ന കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച, ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അകക്കൺ തുറന്നൊന്ന് നോക്കടാ മാഠ, ഉത്സാരമോർത്താൽ ഉറങ്ങാമൊകാടാ. മുഖക്കണ്ണടക്കുൽ തുറക്കട്ട മാഠ, പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ടുകാടാ. ശുജായി മൊയ്തു മുസ്ലിയാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു മൊയ്തി മൊല്ലിയാരാണ്. മൊയ്തി മൊല്ലിയാരാണ്, പക്ഷെ ശുജായി മൊയ്തീൻ മുസ്ലിയാരുടെ ചെരുപ്പ് എടുക്കാൻ യോഗ്യതയുള്ള ഒരാൾ ദാർശനിക സാഹിത്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവാർഡ് കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയൊക്കെ നമ്മൾ ഇപ്പല്ലേ ഉണ്ടായത്. അതുകൊണ്ട് മൂപ്പർക്ക് ഫ്ലക്സും അവാർഡൊന്നും കിട്ടിയില്ല. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ലോക മാനവിക ചരിത്രം എഴുതിയ എക്കാലത്തേക്കുമുള്ള ഏക മലയാളിയാണ്. മൂപ്പരെന്തേ പറഞ്ഞറിയോ? ആള് സൂഫിയാണ്. ഇത് പറയാൻ സൂഫിക്കും സാമിക്കും മാത്രമേ പറ്റുള്ളൂ. ആള് പറഞ്ഞു, എന്ത്? നീ മുഖത്തെ കണ്ണടക്കടാ, എന്നാൽ അകത്തെ കണ്ണ് തുറന്നു കിട്ടും. മുഖക്കണ്ണടക്കുൽ തുറക്കട്ടമാടാ എന്നല്ലേ പറഞ്ഞത്. പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ട് കാടാ. നീ ലോകം മുഴുവനും ഒന്ന് നോക്കി നോക്ക്. കൂടുന്ന കൊല്ലങ്ങൾ, ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. മാസങ്ങൾ, ആഴ്ച, കൊല്ലങ്ങൾ കൂടുന്നു, മാസങ്ങൾ കൂടുന്നു, ആഴ്ചകൾ കൂടുന്നു. നമ്മൾ അറിയുന്നില്ല, വയസ്സ് കൂടുന്നു, നമ്മൾ അറിയുന്നില്ല. തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്, ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. സൂചിയിലെ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെയാണടാ മോനെ മോളെ നിന്റെ ആയുസിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ തീർന്നു പോകുന്നത്. നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ഏറ്റവും മനോഹരമായൊരു നുണയുണ്ട്. ഏതാണ് ആ നുണയെന്നല്ലേ? ഏറ്റവും മനോഹരമായ നുണ, മധുരോദരമായ നുണ. നമ്മളിപ്പോൾ ജീവിക്കുകയാണ് എന്നുള്ളതാണ് ആ നുണ. നമ്മളിപ്പോൾ ജീവിക്കുകയല്ല, നമ്മളിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശുജായി പറയുന്നത്. ഓരോ ശ്വാസവും ചെയ്യുമ്പോൾ നമ്മളങ്ങ് മരിച്ചു പോവുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്. ഈ കൊല്ലങ്ങളും മാസങ്ങളും ആഴ്ചകളും നിന്നെ മണ്ണിന്റെ വീട്ടിലേക്കാണ്, കബറിലേക്കാണ് തേടുന്നത്. പക്ഷേ തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ നീ പൊന്നിന്റെ ഒരു പുര കെട്ടാനാണല്ലോ നീ ശ്രമിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അകക്കണ്ണും തുറന്നൊന്ന് നോക്കടാ മാഠാ. നീ മുഖത്തെ കണ്ണുപൂട്ടി അകത്തെ കണ്ണുകൊണ്ട്, മനസ്സിന്റെ കണ്ണുകൊണ്ട്, കൽബിന്റെ കണ്ണുകൊണ്ട് നീ ഒന്ന് നോക്ക്. ആരൊക്കെയാണ് ജീവിക്കുന്നത്, ആരൊക്കെയാണ് മരിച്ചത്? ഇവിടെ നിന്ന് കിട്ടിയാൽ മാക്സിമം എന്തൊക്കെ കിട്ടും? ഒരു രസത്തിനൊരു വാലിഡിറ്റി ഉണ്ടല്ലോ, ഭക്ഷണത്തിനൊരു പരിധിയുണ്ട്, ലൈംഗികതയ്ക്കൊരു പരിധിയുണ്ട്, അധികാരത്തിനൊരു പരിധിയുണ്ട്, പണത്തിനൊരു പരിധിയുണ്ട്. ഇത് നീ മനസ്സിലാക്കിയാൽ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കാടാ. ഈ യാഥാർത്ഥ്യം നീ ഓർത്താൽ നിനക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല എന്ന് ശുജായി. മരിക്കുമ്പോ ഏതായിരിക്കും അനുഭവം എന്ന് ശുജായി പറയുന്നുണ്ട്. തലയിൽ കല്ല് വീണ് പോലെ. നമ്മളിപ്പോൾ ഉറക്കത്തിലാന്ന് മൂപ്പര് പറയുന്നത്, ഒരു സ്വപ്നം കണ്ടുകൊടുക്കുന്നതാണ്. നമ്മൾ ശരിക്കും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്വപ്നം കണ്ടുകൊടുക്കുകയാണ്. ഒരു കല്യാണത്തിന് കൂടുന്നത്, ഒരു പോത്ത് വട്ടാൻ വരുന്നത്, ഒരാളോട് സംസാരിക്കാൻ പോകുന്നത്, പെട്ടെന്ന് ഉറക്കം കളഞ്ഞു പോയി. ഇത് സ്വപ്നയില്ലേ എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകും. എപ്പോ അറിയോ? തലയിൽ കല്ല് വീണ പോലെ അനുഭവം ഉണ്ടാവും. അസ്റായിലിനെ കാണുമ്പോ ഒരുറക്കത്തേനും ഇപ്പോഴാണ് ഉണർന്നത്, ഇപ്പോഴാണ് ഞാൻ ഉണർന്നത്. അതാണ് ഈ പറയുന്നത്. ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കാടാ, ഉറങ്ങാമോ കാടാ. അതുകൊണ്ട് മുഖക്കണ്ണടക്കുൽ, നീ നിന്റെ മുഖത്തെ കണ്ണടച്ച് ഇരുട്ടത്ത് പോയാവ്. എന്നാൽ തുറക്കട്ടെ പൂട്ടിട്ട പഞ്ചപ്പിൽ, പൂട്ട് വീണുപോയ നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട് ഒരു മുത്ത്. അതാണ് ആത്മാവ്. എത്രത്തോളം നാം അതിലേക്ക് വന്നുവോ. അദ്ദേഹം കുറെ പൊട്ടാ മാടാ കാടാ എന്നൊക്കെ വിളിക്കും. നമ്മൾ അതുപോലെ ആയത് കൊണ്ടാണ്. പഴയ ഉറുദിയിലില്ലേ, ഷുജായിന്റെ പാട്ട് പാടിയിട്ടല്ലേ പഴയ ഉസ്താദുമാർ ഉറുദി പറയാറുള്ളൂ. പൊട്ടാ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട,
പറ നിന്നുടൽക്ക് മഹത്വം പൊട്ട. 4 പൊട്ട വന്നു, അതൊക്കെ. പക്ഷെ പറഞ്ഞ വാക്ക് നോക്ക്, പൊട്ട. മുൻതുള്ളി, നീ ആദ്യം നിന്റെ പിതാവിൻ്റെ ഒരു ബീജഗണകമായിരുന്നില്ലേ, ഒരു രക്തത്തുള്ളിയായിരുന്നില്ലേ. പിന്തുള്ളി, ചോരക്കട്ട, അമ്മയുടെ വയറ്റിൽ ഒരു ഭ്രൂണമായിരുന്നില്ലേ നീ. പിന്നെ കാട്ടം ചുമന്നോരു കൊട്ട. ഇപ്പൊ ഞാൻ എന്താണ്, നീ എന്താണ്, നമ്മളെന്താണ്? ഒരു സെമി സെപ്റ്റിക് ടാങ്ക്. 2 കിലോ കാഷ്ടം, 1 ലിറ്റർ മൂത്രം, 8 ലിറ്റർ ചോര, 24 മണിക്കൂർ ബാത്റൂമിൽ പോയില്ലെങ്കിൽ അസഹനീയമായ ദുർഗന്ധം ഉണ്ടാവുന്ന കേവലം ഒരു മണ്ണിന്റെ, ഒരു കാഷ്ടത്തിന്റെ കൊട്ട. ഒരു ദിവസം കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ കൈയിന്റെ കക്ഷമുയർത്തിയാൽ അടുത്തുള്ളവൻ മൂക്ക് പൊത്തുന്ന ഒരു വൃത്തികെട്ട ഒരു മാലിന്യ കൊട്ട. ഒരു ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ ഒരു വീട് മുഴുവനും ദുർഗന്ധം കൊണ്ട് നിറയുന്ന, നമ്മുടെ കയ്യിൽ നമ്മൾ നിൽക്കാത്ത ഒരു മലിന വസ്തു. അതാണ്. പിന്നെ നീ കാട്ടം ചുമന്നോ ഒരു കൊട്ട. ഈ ഉടലിനെ, ഈ ശരീരത്തെ പൂജിക്കാനാണ് ഇൻസ്റ്റഗ്രാം പഠിപ്പിക്കുന്നത്. മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ഇൻഫ്ലുവൻസേഴ്സ് നടത്താറില്ല. നിന്റെ ഉടൽ ഡയറ്റ് ചെയ്യൂ, തടി നന്നാക്കൂ, നടക്കൂ, ഓടൂ, ഒക്കെ വേണം. തടി ഉണ്ടെങ്കിലല്ലേ, ശരീരം ഉണ്ടെങ്കിലല്ലേ മനസ്സുള്ളൂ, മനസ്സുണ്ടെങ്കിലല്ലേ മനുഷ്യനുള്ളൂ. പക്ഷേ നമ്മൾ 10 വരെ എണ്ണിയാൽ പോരാ, 100 വരെ എണ്ണണം. അതാണ് പ്രശ്നം. 10 വരെ എണ്ണിയാൽ പോരാ, 99 വരെയെങ്കിലും എണ്ണണം. 100 അല്ല എണ്ണിത്തരും. അത് ഖുർആൻ പറയുന്നുണ്ട്. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. 99 വരെ നമ്മൾ എത്തിയാൽ 1 അല്ല ഇങ്ങനെ ശരിയാക്കി തരും, ബോധ്യം തരും, അപ്പോൾ കിട്ടും. ഞാൻ അങ്ങോട്ടേക്ക് പോവല്ല. പക്ഷേ നോക്ക്, ഈ ഉടലല്ലേ നമ്മുടെ പ്രധാന വിഷയം. ശരിക്കും ആലോചിച്ച് നോക്കൂ. ഏതുടൽ? വെച്ച കാൽ, മണ്ണിൽ വെച്ച കാൽ പൊക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ഉടൽ. മണ്ണിൽ നിന്ന് പൊക്കിയ കാൽ രണ്ടാമത് മണ്ണിലേക്ക് വെക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ഉടൽ. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ഉടൽ. പുറത്തേക്ക് വിട്ടതിന് ശേഷം അകത്തേക്ക് രണ്ടാമത് വലിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ഉടൽ. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത നമ്മുടെ ശരീരം. അതാണ് നമുക്കിപ്പോൾ പ്രധാനം. അതിന് ദണ്ണം, അതിന് വരുത്തം, അതിന് ആദി, അതിന് രോഗം, അതിന് ദുആ, അതൊക്കെ വേണം. പക്ഷെ അത് 10 വരെ മാത്രം. ഏതെങ്കിലും ദുആ സ്ലിപ്പിൽ മനസ്സ് നന്നാകാനും ആത്മീക ജീവിതത്തിന്റെ വെളിച്ചം കിട്ടാനും എന്ന് പറയുന്ന ഒരു സ്ലിപ്പ് മതപ്രഭാഷണങ്ങളിൽ വരാറുണ്ടോ? മതപ്രഭാഷണങ്ങളിൽ. സൂഫികളുടെ പേര് ഞാൻ പറയുന്നില്ല. ദുനിയാവിന്റെ ആവശ്യവുമായി ചെന്നാൽ തെറി പറഞ്ഞ് ഓടിച്ചിരുന്ന ആളുകൾ ഈ അടുത്ത കാലം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പറയാനാണ് ഇങ്ങോട്ട് വരുന്നത്. അത് വേണ്ടാഞ്ഞിട്ടല്ലേ ഞാനിങ്ങി പോന്നത്. ഇതാണ് ഓരോ ഭാവം. ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് കാട് കയറി പോവല്ല. ഇമാം ഷാഫി റഹിമഹുല്ല ഒരു വീട്ടിൽ അതിഥിയായി പോയി. വലിയ ആളല്ലേ. ആ വീട്ടുകാരൻ എന്ത് ചെയ്ത് കൊടുത്തു? രാത്രിയല്ലേ, അദ്ദേഹത്തിന് കുറെ മസാല നോക്കാനുണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കി ഒരു റാന്തൽ, ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് കെട്ടിയിരിക്കുന്നു. പിന്നെയും കത്തിച്ചു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അത് കെട്ടിട്ടുണ്ട്. പിന്നെയും കത്തിക്കുന്നു, പിന്നെയും കെടുന്നു. ഇയാൾക്കാകെ കൺഫ്യൂഷൻ. പരക്കാരന് കാറ്റൊന്നും അടിക്കുന്നില്ലല്ലോ. ഇത് ആരാണ് ഈ കെടുത്തുന്നത്? നോക്കുമ്പോഴുണ്ട് സയ്യിദുനാ വ ഇമാമുന ഷാഫി റഹിമഹുല്ല പോയിട്ട് അത് ഊതുകയാണ്, അത് കെടുത്തുകയാണ്. അത് ശരി, ഇത് നിങ്ങൾ തന്നെയായിരുന്നോ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പോകുമ്പോൾ ഷാഫി ഇമാം യാത്ര പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ പരക്കാരൻ ചെന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു സംഗതി മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് നോക്കാനും എഴുതാനൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഈ വിളക്ക് ഇവിടെ കത്തിച്ച് വെച്ചത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ എന്നല്ലേ ഇത് കെടുത്തുന്നത്? നിങ്ങൾക്ക് ഇരുട്ടത്തിരിക്കാനാണോ എത്ര വലിയ ആഗ്രഹം? അപ്പൊ ഷാഫി ഇമാം പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ അറിയോ? അൽ-ദുൽമതു ജിലാഉൽ ലിൽ ഹുസ്ൻ വനമാഉൽ ലിൽ അഖൽ. ഇരുട്ടത്തിരിക്കലാണ് മോനെ ബുദ്ധിക്ക് നല്ലതും ടെൻഷൻ മാറാൻ മരുന്നും എന്ന് സയ്യിദുനാ വ ഇമാമുനാ ഷാഫി റഹിമഹുല്ലാ. നമ്മുടെ മദ്ഹബാണ് കേട്ടോ ഷാഫി മദ്ഹബ്. ഫിഖ്ഹിൽ മാത്രമല്ല, ഈ വഴിയോ ആ വഴിയാണ്. ചിലപ്പോൾ സംശയം വരും, ഇസ്ലാം പ്രകാശത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ലേ? ആ പ്രകാശം അള്ളാഹിന്റെ പ്രകാശവും റസൂലുള്ളാഹിന്റെ പ്രകാശവും ഹിദായത്ത് എന്ന് പറയുന്ന പ്രകാശമാണ്. അല്ലാതെ കരണ്ട് കത്തിച്ച ലൈറ്റ് അല്ല, DJ പാർട്ടിന്റെ ലൈറ്റ് അല്ല. അപ്പോ നബിദിനത്തിനും പള്ളി ഉദ്ഘാടനത്തിനും ലൈറ്റ് കത്തിക്കുന്നതിന് നിങ്ങൾ ഇവിടെ കയറി എതിർക്കുകയാണെന്ന് ചോദിച്ചാൽ ഇതൊരു മൊമെന്ററി കേസാ. അതും കൂടി പറയാം. ഇത് ഈ വഴിക്ക് മൊത്തം ലൈറ്റുകളാണ്. ഇവിടെ ഇതാ എത്ര ലൈറ്റാ.
അത് ഈ സന്ദർഭത്തിന്റെ സന്തോഷത്തിന് കത്തിച്ചു വെച്ചതാണ്. അതൊരു ജീവിത രീതിയല്ല. ഇപ്പൊ നബിദിനത്തിന് ഡെക്കറേഷൻ ബൾബ് തൂക്കുന്നു, അല്ലെ ഏതെങ്കിലും ഒക്കേഷണലി നമ്മൾ തൂക്കുന്നു, അത് അതിൻ്റെ ഒരു സിംബോളിക്കാണ്. ഞാൻ അതല്ല ഈ പറയുന്നത്. നമ്മുടെ മനോഭാവത്തിൽ സംഭവിച്ച പ്രശ്നമാണ്. ഇരുട്ടൊരു കുഴപ്പക്കാരനാണ്, സങ്കടം കുഴപ്പക്കാരനാണ് എന്നൊക്കെയുള്ള ആ ധാരണയുണ്ടല്ലോ, ആ ഇരുട്ടിന്റെ പോലും ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. എന്നാലും ഇത് നന്നില്ല. അരണ്ട വെളിച്ചം നല്ലതാ, കുത്തനെയുള്ള വെളിച്ചം നന്നില്ല. നമ്മൾ തന്നെ അല്ലാഹുമ്മ ഞാൻ ഈ ഒരു സംഗതിയേനല്ല എതിർക്കുന്നത്, മൊത്തത്തിലാണ്. ഒരു ഹൽക്ക നമ്മൾ ജൽസ കൂടുകയാണ്, എന്താ ചെയ്യുക? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. എല്ലാ ലൈറ്റും ഓഫാക്കും. എന്താ? നമുക്ക് തന്നെ അറിയാം ലൈറ്റ് മൊത്തം കത്തിച്ചാൽ മനസാന്നിധ്യം വരൂല. ഇപ്പൊ റാത്തീബാണ്, മൗലൂദാണ്, കുത്തുബിയ്യത്താണ്, ദിക്റാണ്, 27 രാവ് ഹയാത്താക്കുകയാണ്, ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ടക് 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 ടക്, ഉസ്താദ് പോയി, കമ്മിറ്റിക്കാരൻ പോയി, ആള് പോയി, മൊത്തം ഓഫാക്കി. പക്ഷെ ഇതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അപ്പറഞ്ഞതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കരിക്കുമ്പോ ഏതെങ്കിലും ഒരുത്തം പോയി ലൈറ്റ് ഓഫ് ആക്കിയാൽ പള്ളിയിൽ എന്തായിരിക്കും അവസ്ഥ? ശരിക്കാലോചിച്ച് നോക്ക്. ആരാ നമ്മളത് പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചത്? എല്ലാ ലൈറ്റും ഇട്ടാണ് നിസ്കരിക്കേണ്ടതെന്ന്, എല്ലാ ലൈറ്റും കത്തിക്കണമെന്ന്. പൊരൊക്കെ എടുത്ത് പൊര പടുക്കാൻ അൽഹംദുലില്ലാ 20 ലക്ഷം റുപ്യ ആയുള്ളൂ. ഇനിയാണ് പൈസ. ഇതല്ല നമ്മുടെ ഡയലോഗ്. ഇനി എന്താ പൈസ? ഇനിയാണ് ഇലക്ട്രിക്കൽ പണി. അപ്പൊ എന്താ പ്രശ്നം? അവിടെ സോക്കറ്റ്, ഇവിടെ പോക്കറ്റ്, ഇവിടെ ഹോൾസ്, ഇവിടെ മാളം, ഇവിടെ ദ്വാരം, ഇവിടെ പച്ച ലൈറ്റ്, നീല ലൈറ്റ്, ചുവന്ന ലൈറ്റ്, ഫ്ലൂറസെന്റ്, LED, ഗൾഫിന്ന് തൂക്കുമാല, വിളക്കുമാല. തീരുന്നുണ്ടോ? ഇതൊരു പരയാണോ മാളാണോ? അത്ര ലൈറ്റ് വേണ്ട. എത്ര ലൈറ്റ് കൂടുന്നോ? എന്നോട് നിങ്ങൾക്ക് പണക്കണ്ടാവരുത്. എനിക്കറിയുന്നല്ല, എനിക്ക് പറയാൻ പറ്റൂ. എൻ്റെ അറിവിതാണ്. എത്ര ലൈറ്റ് കൂടുന്നോ അത്ര ഇരുട്ട് കൂടും. ഇതാണ് എൻ്റെ അറിവ്. എന്നെ തിരുത്തിക്കൊള്ളി. എത്ര നമ്മൾ ലൈറ്റ് എത്തിയിരിക്കുന്നുവോ അത്രത്തോളം മനസ്സിൽ ഇരുട്ട് കൂടും. എത്ര ഇരുട്ടത്തിരിക്കുന്നുവോ അത്രത്തോളം മനസ്സിൽ ലൈറ്റ് കൂടും. നേരെ ഓപ്പോസിറ്റാണ്. ഖുർആനിൽ അത്ഭുതകരമായൊരു ആയത്തും ഒരു അധ്യായമുണ്ട്. ഖുർആന്റെ ഓരോ സൂറത്തിന്റെ പേര് സാധാരണക്കാർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഖുർആനിലെ കൗതുകകരമായൊരു അധ്യായത്തിന്റെ പേര് സൂറത്തു നൂർ എന്നാണ്. പ്രകാശവചനം, ചാപ്റ്റർ ഓഫ് ലൈറ്റ്. ആ പ്രകാശവചനത്തിന്റെ പ്രകാശം എന്ന പേരുള്ള അധ്യായത്തിലെ ചർച്ചാ വിഷയം എന്താ അറിയോ? എന്താ? ഇരുട്ട്. അള്ളാഹ് എടുത്ത പണി നോക്കിയ ഇരുട്ടിനെ കുറിച്ചാണ് വർത്താനം. കേരളത്തിൽ ആ വിഷയത്തിൽ വലിയ സംവാദം വരെ നടന്നു. ആഴക്കടലിന്റെ ഉള്ളിലെ ഇരുട്ട്, അല്ലേ? ആ ഇരുട്ടിനെ കുറിച്ച് പറയുന്ന സൂറത്തിന്റെ പേരെന്താ? പ്രകാശം. ഔ കദുലമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജിയിൻ ഔ കദുലമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജിയിൻ യഖ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലമാതും ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ യറാഹാ ഫമൻ ലം യജഅലില്ലാഹു ലഹു നൂർ വമാ ലഹു മിൻ നൂർ. ഇതാണ് വചനം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ളത് ആകാശത്തോ ബഹിരാകാശത്തോ ശൂന്യാകാശത്തോ ഒന്നല്ല. ഏറ്റവും കണ്ടെത്തപ്പെട്ട ലോകത്ത് ഏറ്റവും ഇരുട്ടുള്ളത് കടലിന്റെ ഉള്ളിലാണ്. 200 മീറ്റർ താഴേക്ക് പോയാൽ വാരിയാൽ കോരാൻ കിട്ടുന്ന അത്രയും കൂരിരുട്ടാണ്. ഖുർആൻ തന്നെ പറയുന്നത് ളുലുമാത്തുൻ ബഅദുഹാ ഫൗക ബഅദ്. ഇരുട്ടിന്റെ തിരമാല, വെള്ളത്തിന്റെ തിരമാല അല്ല, ഇരുട്ടിന്റെ തിരമാല, അല്ലേ? ഔ കദുലുമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജിയിൻ, ആഴക്കടലിലെ ഇരുളുകൾ പോലെ. യഖ്ശാഹു മൗജുൻ, ഇരുട്ടിന്റെ മീതെ തിരമാല, ഇരുൾ തിരമാല. മിൻ ഫൗഖിഹി മൗജ്, യഖ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ്, അതിന്റെ മീതെ മിൻ ഫൗഖിഹി സ്വഹാബ് ളുലുമാത്തുൻ ബഅദുഹാ ഫൗക ബഅദ് ഇദാ അഖ്റജ യദഹു. ആരെങ്കിലും ആ ഇരുട്ടത്തെ തന്റെ കൈ നീട്ടി കൈ നോക്കിയാൽ, ഈ ചർച്ചക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്താൽ കണ്ണാടി പോലെ അല്ലേ പച്ചവെള്ളം, ഇപ്പുറത്തപ്പുറം കാണുമല്ലോ. പക്ഷേ കടലിന്റെ അടിയിലേക്ക് പോയാൽ ഇദാ അഖ്റജ യദഹു, ഒരാൾ തന്റെ കൈ നീട്ടിയാൽ എന്നിട്ട് സ്വന്തം കൈയിലേക്ക് നോക്കിയാൽ പോലും ലം യകദ യറാഹാ, അവന് സ്വന്തം കൈ പോലും കാണാൻ കഴിയില്ല. അത്രയും വലിയ ഇരുട്ടാണ് കടലിന്റെ ഉള്ളിലെ ഇരുട്ട്. ഈ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരൊറ്റ ചാട്ടമാണ് പ്രകാശത്തിലേക്ക്. വമൻ ലം യജഅലില്ലാഹു ലഹു നൂറ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ അള്ളാഹു പ്രകാശം കൊടുത്തിട്ടില്ലെങ്കിൽ
ഫമാ ലഹു മിൻ നൂർ, അവന് പിന്നെ പ്രകാശമേ ഇല്ല. ഇത് ഭൗതികമായ പ്രകാശത്തെ കുറിച്ചല്ല പറയുന്നത്. ഇരുട്ട്. ഞാൻ ഈ കരണ്ടൊക്കെ ഓഫാക്കി ഇരുട്ടത്ത് പോയി തപസ്സ അനുഷ്ഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഒറ്റക്ക് മനുഷ്യൻ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ട ഒരു നേരത്തെ കുറിച്ച് പറയാനാണ്. ഇരുട്ട് എപ്പോഴാണുള്ളത്? രാത്രി. ഇതാണൊരു മുസ്ലിമിന്റെ റൊട്ടീൻ. ഈ റൊട്ടീനാണ് പ്രകൃതിയുടെ നിയമം. അത് മനുഷ്യർ ഒന്നിച്ച്, മുസ്ലിം മാത്രമല്ല മതജാതി ഭേദമന്യേ പാലിക്കേണ്ട ഒരു ജീവിത രീതിയാണ്. ഏത്? രാത്രിയുടെ 3-ാം ഘട്ടം എഴുന്നേൽക്കുക, ആദ്യ ഭാഗം ഉറങ്ങുക. ഇതാണ് ഇസ്ലാം, ഇതാണ് പ്രകൃതി. കാരണം രാത്രി അള്ളാഹിനോട് സംസാരിക്കാനുള്ള സമയമാണ്. നമ്മൾ അട്ടിമറിച്ച് എന്താക്കി? എപ്പോഴാണ് പകൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ LSS-നും USS-നും പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അവർ പഴയ ഉത്തരം പറയും. രാത്രി 12 മുതൽ പകൽ 12 മണി വരെ AM, പിന്നെയുള്ളത് PM. അതല്ല ഇപ്പൊ പകലും രാത്രിയും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ രീതി എന്താ? രാത്രി ഉറങ്ങുന്നത് പുലച്ചക്കത്തെ 2 മണിക്ക്, 1 മണിക്ക്. രാവിലെ എഴുന്നേൽക്കുന്നതോ 10 മണിക്ക്, 9 മണിക്ക്. പുറനാട്ടിലേക്കൊക്കെ പോയാൽ ഒന്നുകൂടി കുശാലായി. അപ്പോ രാത്രി 1 മണി മുതൽ പകൽ 10 മണി വരെ രാത്രി, അതുവരെ ഉറക്കത്തിന്റെ സമയം. രാവിലെ 10 മണിയാവും ഏകദേശം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ, 9 മണിയാകും ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് സായിപ്പ് ഉണ്ടാക്കിയ സിസ്റ്റമാണ്, ഇസ്ലാം ഉണ്ടാക്കിയ സിസ്റ്റം അല്ല. ഇസ്ലാം ഉണ്ടാക്കിയ സിസ്റ്റം ആരംഭിക്കുന്നത് സബഹീന്റെ മുമ്പാണ്. സായിപ്പ് ഉണ്ടാക്കിയ സിസ്റ്റമാണ് 8 മണി ചായ, 8:30 മണി കുളി, 9 മണി ഓഫീസ്. അപ്പോഴല്ല ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പറയേണ്ട നേരം അതല്ല, അതൊക്കെ തെറ്റിയതാണ്. 9 മണിന്റെ പേരല്ല ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയേണ്ട നേരം രാവിലെ 5 മണിക്കാണ്, 6 മണിക്കാണ്. സൂര്യൻ ഉദിച്ചാൽ പിന്നെ മോർണിംഗ് ഇല്ല. കുത്തനെ ഒരു കുന്തത്തിന്റെ അത്ര എത്തുമ്പോഴൊക്കെയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. ഉച്ച സമയമാകുമ്പോഴാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത്. ഖുർആൻ പറഞ്ഞു അങ്ങനെയല്ല. റസൂലുള്ളാഹിക്ക് ടൈം പീസ് പോലും അള്ളാഹു സെറ്റ് ചെയ്ത് കൊടുത്തല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞത്? രാത്രിയുടെ ആദ്യത്തെ 2 ഭാഗം ഉറങ്ങുക, അവസാന ഭാഗം ഉണരുക. 6 മണി മുതൽ 6 മണി വരെയാണ്. വൈകുന്നേരം 6 മണിക്കാണ് മഗ്രിബ് എന്ന് കുട്ടിക്ക് മനസ്സിലാവാൻ. വൈകുന്നേരത്തെ 6 മണിക്ക് മഗ്രിബ്, രാവിലത്തെ 6 മണിക്ക് സൂര്യോദയം. എന്നാൽ അതിനെ 3 കഷ്ണാക്കുക. 4 മണിക്കൂറുള്ള 3 കഷ്ണം. 6 മണി മുതൽ 10 മണി വരെ 1-ാം ഭാഗം, 10 മണി മുതൽ 2 മണി വരെ 2-ാം ഭാഗം, 2 മണി മുതൽ 6 മണി വരെ 3-ാം ഭാഗം. റസൂലുള്ളാഹിന്റെ നിയമം ഇതായിരുന്നു, 2 മണി മുതൽ 6 മണി വരെ ഉറങ്ങാൻ പാടില്ല. അതാണ് ഇത്തിബാഅ് ചെയ്യാൻ പറഞ്ഞത്. 3-ാം യാമം, രാവിന്റെ 3-ാം യാമം, മൂവന്തി, സഹർ, താഴം. അത് കണ്ണ് തുറന്ന് ഇരുട്ട് കണ്ട് പച്ചവെള്ളത്തിൽ കൈകുത്തി ഉളുഅ് ചെയ്ത് അള്ളാഹിനോട് മിണ്ടേണ്ട സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഉറക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ തുടങ്ങിയതാണ് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പരാജയം. വലിയ വലിയ ഉസ്താദന്മാര് രാത്രി 9 മണിയായാൽ 8:30 മണിയായാൽ എല്ലാ ലൈറ്റും ഓഫാക്കും. ഇത് അപരിചിതനായ ഒരാൾ കാണുമ്പോൾ തോന്നും ഇത്ര വലിയ മുഫ്തി, ഇത്ര വലിയ മുല്യാർ ഉറക്ക പണ്ടാരാണോ എന്ന് തോന്നും. പക്ഷെ ഫുള്ള് നോക്കണം. 2:30 മണി 3 മണിയായാൽ എല്ലാ റൂമും ഓണാവും. ഹൗദിലും വാഷ് സ്പേസിലും കളവള വെള്ളത്തിന്റെ ഒച്ച വരും. ആൾ ആക്റ്റീവായി. ഇത് നോക്കിയിരുന്ന് ഉറക്കം പോയിട്ട് വലിയ തമാശ എന്താ അറിയോ? ഫോണ് നോക്കി ഉറക്കം പോയിട്ട് രാത്രി 3 മണിക്ക് അതേ ഫോണിലെ യൂട്യൂബിലേക്ക് നമ്മൾ പോകുന്നു. എന്നിട്ട് എന്താ സെർച്ച് ചെയ്യുന്നത്? ഉറക്കം കിട്ടാനുള്ള സൂത്രങ്ങൾ ഏത്? തപ്പുന്ന നേരം രാത്രി 3 മണി. ഉറക്കം പോവാൻ കാരണം 2 മണി വരെ ഫോൺ നോക്കിയിട്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ്, എന്നെപ്പോലെ 3 മണിക്ക് ഉറക്കം കിട്ടാതെ ഇത് തുറന്നവർക്ക് തൂങ്ങാനുള്ള നൂല്. ആ വീഡിയോനേക്കാണോ ലൈക്ക്? ആ കമൻറ്റിന്. ഒരു സമൂഹത്തിൻ്റെ മാനസിക രോഗമാണ് പറയുന്നത്. എത്ര കൃത്യമാണ് ദീൻ പറയുന്നത്. രാവ് ഉറങ്ങാനുള്ളതാണ്, പകല് പണിയെടുക്കാനുള്ളതാണ്. ഞാൻ ഷോർട്ടാക്കുകയാണ്. പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒന്നുകൂടി നാം സിസ്റ്റമാറ്റിക് ആവാൻ വേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഷെഡ്യൂൾ. ഞാൻ നിർത്തുന്നു. ടൈം ഈസ് ലൈഫ്. അള്ളാഹിൻ്റെ ഏറ്റവും വലിയ നിഅമത്താണ് സമയം. ആ സമയം ഈ കാണുന്ന ഡാറ്റക്കാർക്കും ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിനും ഓൽക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം നാം ഹോമിക്കണ്ട. ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, ഇത്ര മണിക്ക് ഉറങ്ങുന്നു, 5 നേരം നിസ്കരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഐഹികമായ സന്തോഷങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി അവസാനിക്കും. ബദൽ സന്തോഷങ്ങളാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുന്നു. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വരുന്നു. പതിയെ പതിയെ തുടങ്ങുന്നു. ഒരാൾക്കും ആഴക്കടലിലേക്ക് ഒറ്റക്ക് ഒന്നിച്ച് ചാടാൻ കഴിയില്ല. പതിയെ പോവലാണ്. തീരത്ത് പോകുന്നു, കടൽ നോക്കുന്നു, കൗതുകപ്പെടുന്നു, ഒരു കാല് വെക്കുന്നു, രസം കൊള്ളുന്നു, തിരമാല കാണുന്നു. അങ്ങനെയാണ് കടലിലേക്ക് പോവാറുള്ളത്. അള്ളാഹിൻ്റെ ആജായിബുകൾ
പരിശുദ്ധ ഇസ്ലാമിന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ആ കടലാണ്. ആദ്യം തന്നെ നടുവിലേക്ക് എടുത്ത് ചാടലല്ല, പതിയെ 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 തെറ്റിപ്പോയ താളങ്ങൾ നന്നാക്കി 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 അള്ളാഹുവിൻ്റെ ലോകത്തേക്ക്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലോകത്തേക്ക് മാനസികമായി പോകാൻ ആർക്ക് പറ്റുന്നവോ ആ പറ്റുന്ന കക്ഷിക്ക് ആത്യന്തികമായി സങ്കടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗ്യാരണ്ടി. അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അവസാനം ജീവിതത്തിൻ്റെ ഒരു ആരോഗ്യം ക്ഷയിക്കുന്ന, രോഗം വന്ന് നമ്മളെ തളർത്തുന്ന, മറ്റൊന്നിനും സാധിക്കാതെ നമ്മൾ കുഴങ്ങിപ്പോകുന്ന ഒരു കാലത്ത് പിറകിലേക്ക് നോക്കിയാൽ മുഴുവനും ടെൻഷനായിരിക്കും, മുഴുവനും ടെൻഷൻ. 30 വയസ്സ് മുതൽ 40 വരെ വേസ്റ്റായി, 20 മുതൽ 30 വരെ വേസ്റ്റായി, 40 മുതൽ 50 വരെ വേസ്റ്റായി, 50 to 60 വരെ വേസ്റ്റായി, എൻ്റെ ജീവിതം പോയല്ലോ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരിക്കലും ഒരു നിർഭാഗ്യത്തിൽ നമ്മളാരും ഉണ്ടാവരുത്. അതിന് ആദ്യമേ വേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ പലതിനോടും സലാം പറയുക, പലതിനോടും സലാം പറയുക. വേണ്ട എന്ന് വെക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വേണ്ട. കണ്ണുകൊണ്ട് അത് തങ്ങൾ ഉസ്താദ് സയ്യിദുൽ ഉലമ അതാണ് പറഞ്ഞതെന്ന് കേട്ടു. അതാണ് അതിൻ്റെ ഒരു മർമ്മം. എൻ്റെ ഉസ്താദ് കൂടിയായ സയ്യിദുൽ ഉലമ പറഞ്ഞതിനെ ഞാൻ വിശദീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ണുകൊണ്ട് ചിലത് കാണണ്ട എന്ന് വിചാരിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്, സംതൃപ്തി. അള്ളാഹുവിന് വേണ്ടിയല്ലേ കാണാതിരിക്കുന്നത്. കാതുകൊണ്ട് കേൾക്കണ്ട എന്ന് കരുതി കേൾക്കാതിരിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് സന്തോഷം എന്നല്ല, സംതൃപ്തി. സന്തോഷം പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. സംതൃപ്തിയോ പതിയെ വരും, പതുക്കെ വരും, പോവൂല, അവിടെ ഉണ്ടാവും. അതാണ് സ്ഥായിയായ മൂല്യം. ഇതുവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. സന്തോഷത്തെക്കാൾ വേണ്ടത് സംതൃപ്തിയാണ്. കിട്ടുമ്പോൾ നേടുമ്പം കിട്ടുന്ന സാധനമാണ്. എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഇവരൊക്കെ ചിന്തിക്കുന്ന അതാണല്ലോ. എന്തിനാ നീ ഉമ്മാനെ കൊന്നത്? എനിക്ക് ജീവൻ തന്നതിൻ്റെ ശിക്ഷ, എനിക്ക്, ഞാൻ, എൻ്റെ, ഇതാണ് അടുത്ത ചിന്ത. എൻ്റെ, ഞാൻ ആവശ്യപ്പെട്ട് പണം തന്നില്ല, ഉമ്മാമ്മ വേണ്ട. ഞാൻ അവളെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല, വല്യപ്പ വേണ്ട, അല്ല ഉപ്പാൻ്റെ സഹോദരൻ വേണ്ട, അല്ല ഞാനാണ് വിഷയം, സ്വാർത്ഥതയാണ് വിഷയം. പക്ഷേ ഇസ്ലാം ദീൻ അതല്ല പഠിപ്പിക്കുന്നത്. കൊടുക്കുക, ഞാനല്ല വിഷയം, മറ്റുള്ളവരാണ് വിഷയം. അപ്പോൾ വേണ്ട എന്ന് വെക്കുമ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അള്ളാഹു നമുക്ക് തരുന്ന, പകരം തരുന്നൊരു സാധനമുണ്ട്. ആ സാധനമാണ് സ്ഥായിയായ സമാധാനം, സ്ഥായിയായ മനസ്സിൻ്റെ സ്വസ്ഥത, ശാന്തി. അതിന് പറയുന്ന പേരാണ് സക്കീനത്ത്, ഹുദൂഅത്ത്, തുമഇനീനത്ത്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നു ബിഹിൽ ഖുലൂബ്, അല്ലേ, തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് ട്രാങ്കുലിറ്റി, സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിലാവണം എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ മാർഗത്തിലാക്കി തരുമാറാകട്ടെ. ഞാൻ പിന്നെ അവസാനം പറയാമെന്ന് വിചാരിച്ചതാണ്. ബഷീർ ദാരിമി ഉസ്താദ് നമ്മുടെ എല്ലാമായൊരു ഉസ്താദാണ്. അതേപോലെ നിങ്ങളുടെ ഈ നാടും നമുക്ക് വളരെ പ്രിയപ്പെട്ട, വേണ്ടപ്പെട്ട ധാരാളം ആളുകളുള്ള, പണ്ടേ അറിയുന്ന നാടുമാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ആരോഗ്യം പരിഗണിച്ച് ഇവിടെ വരില്ലായിരുന്നു. ഉള്ള ശബ്ദം എങ്ങനെയൊക്കെയോ വെച്ച് ഇത്ര നേരം പറഞ്ഞതാണ്. അള്ളാഹു നമ്മുടെ ആരോഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം ഏതെങ്കിലും സഹോദരനോ സഹോദരിക്കോ അയാളെന്തേ അങ്ങനെ പറയുന്നത് ഇന്ന് വിഷമകരമായി തോന്നിയെങ്കിൽ നിങ്ങളത് വിഷമത്തിൻ്റെ ഭാഗമായി വെക്കരുത്. എല്ലാം ഹൈറിൻ്റെ നല്ല കാര്യങ്ങളെന്ന നിയ്യത്ത് മാത്രം വെച്ചുകൊണ്ടാണ്. കേവലം ഒരു പ്രസംഗം എന്നുള്ളതിലുപരി ഈ പറഞ്ഞ നമ്മളിവിടെ പങ്കുകൊണ്ട ഈ 1.5 മണിക്കൂർ ഒരു സ്വാലിഹായ ഇബാദത്തായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നമ്മുടെ പാരത്രിക ലോകത്ത്, ഖബറിൽ, മഹ്ശറിൽ, സ്വർഗത്തിൽ, മീസാനിൽ വെളിച്ചമായി അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. അള്ളാഹുവെ, ഞങ്ങൾ ഈ വലിയ സംരംഭത്തോട്, സംവിധാനത്തോട് സഹകരിച്ച, അവസാനം ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ച, ഇതിനുവേണ്ടി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ഇതിൻ്റെ കൂടെ നിന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹു നീ അളവറ്റ കണക്കറ്റ അനുഗ്രഹങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ബിഹഖ്ഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദുനിയവിയും ഉഖ്റവിയുമായ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും
നീ നിന്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഏറ്റവും അവസാനത്തെ സമയമാക്കി തരണമേ തമ്പുരാനെ. ഏറ്റവും നല്ല സമയം ഏറ്റവും അവസാനത്തെ സമയമാക്കി തരണമേ തമ്പുരാനെ. ഏറ്റവും നല്ല സമയം ഏറ്റവും അവസാനത്തെ സമയമാക്കി തരണമേ തമ്പുരാനെ. ഏറ്റവും നല്ല ശ്വാസോച്ഛ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിച്ച ഏറ്റവും നല്ല ശ്വാസം ഏറ്റവും അവസാനത്തെ അന്ത്യശ്വാസമാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങൾ ശ്വസിച്ച ശ്വാസത്തിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായ ശ്വാസം അല്ലാഹുമ്മ ബിഹഖിക വബിഫദ്ലിക അല്ലാഹുമ്മ ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു ഏറ്റവും അവസാനത്തെ ശ്വാസമാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ ഏറ്റവും നല്ല കാഴ്ച ഏറ്റവും അവസാനം കാണുന്ന കാഴ്ചയാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യുന്നവൻ പാപിയാണ് റബ്ബേ, പക്ഷേ ആമീൻ പറയുന്നവരിൽ നല്ല മനുഷ്യന്മാരുണ്ട്. അവരുടെ ആമീൻ്റെ ഫള് കൊണ്ട് യാ അല്ലാഹ് ഞങ്ങൾ കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും നല്ല കാഴ്ച ഏറ്റവും അവസാനത്തെ കാഴ്ചയാക്കി തരണമേ തമ്പുരാനെ. കേൾക്കുന്ന ശബ്ദങ്ങളിൽ ഏറ്റവും നല്ല ശബ്ദം ഏറ്റവും അവസാനത്തെ ശബ്ദമാക്കി തരണമേ തമ്പുരാനെ. അനുഭവിക്കുന്ന ആനന്ദങ്ങളിലും സന്തോഷങ്ങളിലും സമാധാനങ്ങളിലും സംതൃപ്തികളിലും നല്ല ഭാവങ്ങളിലും വെച്ച് ഏറ്റവും മനോഹരമായ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ആനന്ദവും ഏറ്റവും അവസാനത്തെ ആനന്ദവും സന്തോഷവും സമാധാനവും നീ ആക്കി തരണമേ തമ്പുരാനെ. അല്ലാഹു ഏറ്റവും അവസാനം ഏറ്റവും ഹൈറാക്കണേ റബ്ബേ. ജീവിതത്തേക്കാൾ നല്ലൊരു മരണവും മരണത്തേക്കാൾ മനോഹരമായൊരു ബർസഖും ബർസഖിനേക്കാൾ ആനന്ദദായിയായൊരു മഹ്ശറും മഹ്ശറിനേക്കാൾ സന്തോഷകരമായൊരു സ്വർഗവും സ്വർഗത്തേക്കാൾ മനോഹരമായ നിന്റെ പ്രവാചകന്റെ മുറാഫഖത്തും അതിനേക്കാളും മനോഹരമായ നീ എന്ന ശക്തിയുടെ സത്യത്തിന്റെ ലിഖാവും ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ സഹോദരനും ഓരോ സഹോദരിക്കും ഓരോ ഉമ്മാക്കും ഓരോ പെങ്ങൾക്കും ഓരോ കാരണവർക്കും ഓരോ ഉസ്താദിനും ഓരോ ചെറുപ്പക്കാരനും ഇതിനെ വീക്ഷിക്കാൻ വിലയിരുത്താൻ വന്ന എല്ലാ ആളുകൾക്കും ഇതിന്റെ ഭാഗമായി സന്തോഷത്തോടെ വന്ന എല്ലാ ആളുകൾക്കും എന്തെങ്കിലും മനസ്സിലാക്കണമെന്ന് കരുതി വന്ന എല്ലാ ആളുകൾക്കും ഒന്നും വിചാരിക്കാതെ ചുമ്മാ വെറുതെ വന്ന അവർക്ക് പോലും എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. സാധുവായ പാപിയായ എനിക്കും ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട എൻ്റെ പിതാവിനും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ദുആ വസിയത്ത് ചെയ്ത എൻ്റെ ഉമ്മാക്കും എൻ്റെ കുടുംബക്കാർക്കും ഞങ്ങളുടെ എല്ലാവരുടെ ഉമ്മ ബാപ്പമാർക്കും കുടുംബക്കാർക്കും അല്ലാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ബിജമീഇ മഗ്ഫിറതിക വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل